ഷോപ്പ് ടോക്കിനെ സംബന്ധിച്ചിടത്തോളം ഒരു ആരോഗ്യ പ്രശ്നമായിട്ട് വന്നു കഴിഞ്ഞാൽ ആ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അതിനു വേണ്ട ഏറ്റവും നല്ല ചികിത്സ പെട്ടെന്ന് എത്തിച്ചു തരാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ഒരു ഹെൽത്ത് കെയർ കമ്പാനിയനായിട്ട് കരുതിയാൽ മതി. അപ്പോൾ ഷോപ്പ് ഡോക്കിലേക്ക് എത്തിയ ഒരു ജേണി അറിയാൻ നമുക്കൊരു താല്പര്യമുണ്ട്. എൻ്റർപ്രണർഷിപ്പ് എൻ്റെ മനസ്സിൽ അങ്ങനെ ഉണ്ടായിട്ടില്ല. എൻ്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഫാമിലി അധികം എൻ്റർപ്രണേഴ്സാണ്. ഒരു ആംബിഷൻ ഉണ്ടായിരുന്നില്ല ആ സമയത്ത് എൻ്റർപ്രണർ ആവണമെന്നോ അങ്ങനെയൊന്നും. ഫാദറിൻ്റെ കൂടെ ബിസിനസ്സിൽ എനിക്ക് അത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ ദുബായിലേക്ക് ഒരു ബ്രേക്കിന് വന്നതാണ്. എൻ്റെ ഉദ്ദേശം തന്നെ ദുബായ്. അപ്പോൾ എനിക്ക് ഈ ഫാഷനോട് ഭയങ്കര കമ്പായിരുന്നു. ഈ ഹൈ എൻഡ് അർമാനി വെർസാച്ചി ആ സമയത്ത്. ഷിയാബ്ക, വെൽക്കം ടു ഫൗണ്ടേഴ്സ് ബ്രൂ. താങ്ക് യു. ഞാൻ ഷോപ്പ് ഡോക്കിനെ പറ്റിയിട്ട് എൻ്റെ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ പറയാം. നമുക്കറിയാവുന്ന ആളുകളെ നമ്മൾ പലപ്പോഴും നമ്മൾ ഹെൽത്ത് റിലേറ്റഡ് ആവശ്യങ്ങൾക്ക് നമ്മൾ അപ്രോച്ച് ചെയ്യാറുണ്ട്. നമുക്ക് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂ ഒക്കെ ആണെങ്കിൽ നമുക്കൊരു എക്സ്പെർട്ട് ഒപ്പീനിയൻ ആവശ്യമാണ്. സോ നമ്മുടെ സർക്കിളിലുള്ള ഒരു ഹെൽത്ത് പ്രൊഫഷണൽ, ഒരു ഡോക്ടർ അല്ലെങ്കിൽ നേഴ്സ്, ഇത്തരത്തിലുള്ള ആളുകളെ നമ്മൾ അപ്രോച്ച് ചെയ്യും. അപ്പോൾ അവർ നമ്മൾ എക്സ്പ്ലോയിറ്റ് ചെയ്യില്ല നമുക്ക് ഉറപ്പാണ്. അവർ ആ ഫീൽഡിലെ എക്സ്പേർട്സാണ്. നമ്മൾ ആ എക്സ്പെക്റ്റേഷൻ അതാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഹെൽപ്പിന് വേണ്ടി നമ്മൾ ഇവരൊക്കെ അപ്രോച്ച് ചെയ്യാറുണ്ട്. ഇതിനകത്തുള്ള ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവരുടെ നോളേജിനും അവരുടെ നെറ്റ്വർക്കിലേക്കും നമ്മൾ ലിമിറ്റഡ് ആവുന്നതാണ്. ഷോപ്പ് ഡോക്കിൽ ഞാൻ വന്ന് നോക്കിയപ്പോൾ എനിക്ക് തോന്നി അതിൻ്റെ ഒരു ലാർജർ വേർഷൻ, നമുക്ക് കൂടുതൽ ആക്സസ്, കൂടുതൽ നെറ്റ്വർക്കിലേക്ക് ആക്സസ്, അതേസമയം കൂടുതൽ നോളേജബിൾ ആയിട്ടുള്ള ഒരു പാർട്ട്ണർ. അത്തരത്തിലാണ് എൻ്റെ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ ഷോപ്പ് ഡോക്കിനെ പറ്റിയിട്ട്. അത് ശരിയാണോ അല്ല അതിലുപരി എന്തെങ്കിലും ആണോ ഷോപ്പ് ഡോക്ക്? എന്താണ് ഷോപ്പ് ഡോക്ക്? അത് ശരിയാണ്. അതിലുപരി ഇപ്പം ഷോപ്പ് ഡോക്കിനെ നിങ്ങൾ ഇങ്ങനെ കരുതിയാൽ മതി, നിങ്ങളുടെ ആരോഗ്യപരമായ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാൻ സഹായിക്കുന്ന, പരിഹാരം തേടാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ഒരു കമ്പാനിയനായിട്ട് കരുതിയാൽ മതി. അപ്പോൾ ഈ ഷോപ്പ് ടോക്കിനെ സമീപിച്ച് കഴിഞ്ഞാൽ, ഷോപ്പ് ടോക്ക് സമീപിക്കുന്നത് മൂലം നിങ്ങൾക്ക് കിട്ടുന്നതെന്ന് വെച്ചാൽ ഒരുപാട് ചോയ്സസ് ആണ്. നിങ്ങൾ പറഞ്ഞു നിങ്ങളൊരു പർട്ടിക്കുലർ പ്രൊഫഷണലിനെ മാത്രം അപ്രോച്ച് ചെയ്യുന്നതുകൊണ്ട് ഒരു ലിമിറ്റഡ് ഇൻഫർമേഷൻ, ഒരു ലിമിറ്റഡ് ഒപ്പീനിയൻ മാത്രമേ കിട്ടുന്നുള്ളൂ, സജഷൻസും അഡ്വൈസ് മാത്രമേ കിട്ടുന്നുള്ളൂ. ഷോപ്പ് ടോക്കിനെ സംബന്ധിച്ചിടത്തോളം ഹൺഡ്രഡ്സ് ഓഫ് പ്രൊഫഷണൽസ്, എക്സ്പേർട്സ് ഉള്ള ഒരു വലിയൊരു പ്ലാറ്റ്ഫോം ആയതുകൊണ്ട്, പിന്നെ ഒരുപാട് പല പേഷ്യൻസിനെയും പ്രോസസ്സ് ചെയ്ത് അവരുടെ റിക്വസ്റ്റൊക്കെ പ്രോസസ്സ് ചെയ്തിട്ട് എക്സ്പീരിയൻസ് ഉള്ളത് മൂലം നമുക്ക് പെട്ടെന്ന് ലോജിക്കലായിട്ടും അനലിറ്റിക്കലായിട്ടും എല്ലാം മനസ്സിലാക്കിയിട്ട് അതിൻ്റെ റൈറ്റ് സൊല്യൂഷൻ കൊടുക്കാൻ പറ്റും. ഇപ്പോൾ അവിടെ ഞാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ചോയ്സസ് ഒരുപാടുണ്ട്. നിങ്ങളെ നെറ്റ്വർക്കിലില്ല, സർക്കിളില്ല ഒരു ഡോക്ടറിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യേണ്ട. കൂടാതെ ഈ പ്ലാറ്റ്ഫോമിലുള്ള 3000-4000 കണക്കിന് ഡോക്ടേഴ്സിൽ ഏറ്റവും മികച്ച ഡോക്ടേഴ്സിന് തന്നെ അതിന് ഏറ്റവും അനുയോജ്യമായ ഡോക്ടറെ, ഏറ്റവും അനുയോജ്യമായ, ഏറ്റവും കോസ്റ്റ് എഫക്റ്റീവായിട്ട് നല്ല ക്വാളിറ്റി കെയർ ഡെലിവർ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോപ്പർ സൊല്യൂഷൻ പ്രശ്നമായിട്ട് വന്നു കഴിഞ്ഞാൽ, ഈ ഷോപ്പ് ടോക്ക് ഒരു ഡോക്ടർ ബുക്കിംഗ് ആപ്പ് മാത്രമല്ല. ഷോപ്പ് ടോക്കിനെ സംബന്ധിച്ചിടത്തോളം ഒരു ആരോഗ്യ പ്രശ്നമായിട്ട് വന്നു കഴിഞ്ഞാൽ ആ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അതിനു വേണ്ട ഏറ്റവും നല്ല ചികിത്സ പെട്ടെന്ന് എത്തിച്ചു തരാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ഒരു ഹെൽത്ത് കെയർ കമ്പാനിയനായിട്ട് കരുതിയാൽ മതി. അതാണ് ഷോപ്പ് ടോക്ക്. അപ്പോൾ ഷോപ്പ് ഡോക്കിലേക്ക് എത്തിയ ഒരു ജേണി അറിയാൻ നമുക്കൊരു താല്പര്യമുണ്ട്. ഷിയാബ്ക എവിടെയാണ്, നാട്ടിലെവിടെയാണ്? ഞാൻ കാസർഗോഡ് ജില്ലയിലെ ചെറുവത്തൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. കാസർഗോഡ് കണ്ണൂർ ബോർഡറുള്ള ചെറുവത്തൂർ, അവിടെയാണ് ഞാൻ ജനിച്ചു വളർന്നത്. ജനിച്ചത് പടനയിലാണ്, തൊട്ടടുത്ത വേറൊരു ഗ്രാമമാണ്. പഠിച്ചത് നാട്ടിൽ തന്നെയാണ്. പഠിത്തം കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ വിദേശത്ത് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ഞാൻ മാസ്റ്റേഴ്സിന് ഡ്രോപ്പ് ഔട്ട് ചെയ്തു. എന്നിട്ട് ഞാൻ ഫാമിലി ബിസിനസ് ഒമാനിൽ ഫാദറിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി അങ്ങോട്ട് പോയി. പക്ഷേ അത് വർക്കൗട്ട് ആകാത്തത് കൊണ്ട് ഞാൻ ദുബായിലോട്ട് വന്നു 2003. ജോബ് അന്വേഷിച്ചായിട്ട് വന്നതല്ല, ഞാൻ ഫാദറിൻ്റെ കൂടെ ബിസിനസ്സിൽ എനിക്ക് അത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ ദുബായിലേക്ക് ഒരു ബ്രേക്കിന് വന്നതാണ്. എൻ്റെ ഉദ്ദേശം തന്നെ ദുബായ്. അപ്പോൾ എനിക്ക് ഈ ഫാഷനോട് ഭയങ്കര കമ്പായിരുന്നു. ഈ ഹൈ എൻഡ് അർമാനി വെർസാച്ചി ആ സമയത്ത്. ഇപ്പോൾ ഈ ബ്രാൻഡ്സിനോടൊക്കെ ഭയങ്കര ഭ്രമം ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ 2003 ദുബായിൽ വന്ന് ജോലിയൊക്കെ അന്വേഷിച്ച് അവസാനം ചെറിയൊരു ട്രേഡിംഗ് കമ്പനിയിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ലോജിസ്റ്റിക്സ് മറ്റേ എക്സ്പോർട്ടൊക്കെ ചെയ്യുന്നത്. അതിനുശേഷം എന്താ വെച്ചാൽ ഞാൻ ആ ഫാഷൻ ഫീൽഡ് തന്നെ ഫോക്കസ് ചെയ്തുകൊണ്ട് പിന്നെ വെർസാച്ചി എന്ന് പറഞ്ഞൊരു ബ്രാൻഡ്
അപ്പോൾ ഇവിടെ പാരീസ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞൊരു കമ്പനി അണ്ടറിലാണ് ആ ബ്രാൻഡ് ഇവിടെ അതിൻ്റെ ഡീലർഷിപ്പൊക്കെ ഉണ്ടായിരുന്നത്. അവിടെ ഞാൻ ജോലിക്ക് കയറി. ഓക്കെ, അപ്പോൾ ഈ ബ്രാൻഡ്സിനോടുള്ള ഒരു ഇൻട്രസ്റ്റ് കാരണമാണ് അങ്ങനെ ഒരു പാത്ത് ചൂസ് ചെയ്തത്? ബ്രാൻഡ്സിനേക്കാൾ ഉപരി ഫാഷൻ. ഓക്കെ, ഈ ഫാഷൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് തന്നെ എനിക്ക് ഈ ഡിസൈനർ ഫാഷൻ ബ്രാൻഡ്സിനോടൊക്കെ ഞാനത് അത്ര കൺസ്യൂം ചെയ്യുന്നില്ലെങ്കിലും അതിനുള്ള ആക്സസ് ഇല്ലെങ്കിലും ഈ മാഗസിൻസിലൊക്കെ നോക്കിയിട്ട് ഈ അതിൻ്റെ പുതിയ കളക്ഷൻസ് വരുമ്പോൾ അതിനവർക്ക് ഭയങ്കര താല്പര്യം ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ദുബായിൽ ഒക്കെ എത്തിയിട്ട് ഈ ബ്രാൻഡിൻ്റെ ഒക്കെ ഔട്ട്ലെറ്റ് ബുട്ടീക്സ് എവിടെയാണ്, അപ്പോൾ ഇവരുടെ കൂടെ ഒക്കെ എങ്ങനെ വർക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള ആ ചിന്തയിൽ ആണ് ഞാൻ ഈ വെർസാച്ചിയിലേക്ക് എത്തിപ്പെട്ടത്. വെർസാച്ചി ആ സമയത്ത് ഞാൻ ഏറ്റവും ആശിക്കുന്ന ഒരു ബ്രാൻഡാണ്. അപ്പോൾ അങ്ങനെ അവിടെ ജോലി കിട്ടി. അത് പിന്നെ അവിടുന്ന് മാറിയിട്ട് പിന്നെ ഞാൻ ഐ കെയർ, വിഷൻ കെയർ, ഓപ്റ്റിക്കൽ ഫീൽഡിലേക്കാണ് പോയത്. എന്താ അങ്ങനെ ഒരു മാറ്റം? കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ആ സമയത്ത് ഞാൻ വർക്ക് ചെയ്യുന്നുണ്ടായ കമ്പനിയിൽ ഒരു ക്ലയൻറ്റുമായിട്ട് പരിചയപ്പെട്ടു. അദ്ദേഹം എന്നെ അപ്പോൾ ദുബായിൽ ഏറ്റവും ലീഡിങ് ആയിട്ടുള്ള ഓപ്റ്റിക്കൽ ഗ്രൂപ്പ് ഉണ്ട്, അൽജാബർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ട്. അയാൾ പുതിയൊരു ടീം ബിൽഡ് ചെയ്യുന്ന സമയത്ത് എന്നെ അയാളെ ക്ഷണിച്ച് അപ്പോൾ ഞാൻ അവിടെ വർക്ക് ചെയ്തു. എന്തായിട്ടാണ് അവിടെ ഓപ്പറേഷൻ എക്സിക്യൂട്ടീവ് ആയിട്ടാണ് പോയത്. ഓക്കെ, തുടക്കത്തിൽ ചെറിയ റോളിൽ. പിന്നെ അവിടെ നിന്ന് 4 പ്രാവശ്യം, ഒരു 7 വർഷത്തിൻ്റെ ഗ്യാപ്പിൽ ഒരു 4-5 പ്രാവശ്യം പ്രൊമോഷൻ കിട്ടി. അവിടുത്തെ സപ്ലൈ ചെയിൻ്റെ ഒക്കെ ഹെഡായി. ഓക്കെ, അതായത് ആ ഗ്രൂപ്പിന് വേണ്ടി മൊത്തമുള്ള പർച്ചേസിങ്, പ്രൊക്യൂർമെൻറ്റ്, പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞാൽ ഐ കെയർ, വിഷൻ കെയർ പ്രൊഡക്ട്സ് ഒക്കെയാണ്. ഓക്കെ, പിന്നെ അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ അക്രോസ് ദെയർ റീറ്റെയിൽ നെറ്റ്വർക്ക്, അതിൻ്റെ ഒക്കെ ഉത്തരവാദിത്തമൊക്കെ ആയിരുന്നുണ്ടായിരുന്നു. ഫാഷൻ നിന്ന് നേരെ ഐ കെയർ, വിഷൻ കെയർ 7 years അവിടെ 7 years. പിന്നെ അവിടെ നിന്ന് പിന്നെ പ്യൂർ ഗോൾഡ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഫിറോസ് മർച്ചൻറ്റിൻ്റെ പ്യൂർ ഗോൾഡ് ഗ്രൂപ്പ് ഉണ്ട്. അദ്ദേഹത്തിന് 110ഓളം ഡയമണ്ട് സ്റ്റോഴ്സ്, ബുട്ടിക്സ് ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇല്ല, അവർ അത് സ്കെയിൽ ഡൗൺ ചെയ്ത്. അപ്പോൾ അവർ ഒരു പുതിയൊരു ഡിവിഷൻ ഉണ്ടായിരുന്നു ഫാഷൻ്റെ, ലമോഡ എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അതൊരു ഫാഷൻ ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോറായിട്ട് അയാൾ വിഷൻ ചെയ്ത ബിസിനസ്സാണ്. അതിൻ്റെ ഹെഡായിട്ട്, റീറ്റെയിൽ ഹെഡായിട്ട് പോയി. അപ്പോൾ അവർ ആ തുടക്കത്തിൽ ബുട്ടിക്കാണ്. അവർ ഒരു 10-12 ബുട്ടിക്ക് ഉണ്ടായിരുന്നു 3 രാജ്യങ്ങളിലെ GCCയിൽ. അതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ഞാൻ അതിൻ്റെ റീറ്റെയിൽ ഹെഡായിട്ട് പോയി. എന്നിട്ട് എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ 2 വർഷം കഴിഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് റിസൈൻ ചെയ്ത് ഞാൻ സ്വന്തമായിട്ട് ബിസിനസ്സിലേക്ക് ഇറങ്ങി. ഓക്കെ, അത് എന്താണ്, അങ്ങനെ എന്ത് പ്രത്യേകിച്ച് ആദ്യമേ പ്ലാൻ ചെയ്താണോ? സോ ജസ്റ്റ് ഹാപ്പൻ? എൻ്റർപ്രണർഷിപ്പ് എൻ്റെ മനസ്സിൽ അങ്ങനെ ഉണ്ടായിട്ടില്ല. എൻ്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട്, ഫാമിലി അധികം എൻ്റർപ്രണേഴ്സാണ്. പക്ഷെ എനിക്ക് അങ്ങനെ ഒരു പ്രത്യേക ഒരു ആഗ്രഹവും മോഹങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഐ മീൻ ഒരു ആംബിഷൻ ഉണ്ടായിരുന്നില്ല ആ സമയത്ത് എൻ്റർപ്രണർ ആവണമെന്നോ അങ്ങനെയൊന്നും. അങ്ങനെ ഞാൻ ബിസിനസ് ആ സമയത്ത് ഞാൻ 3 ബിസിനസ് തുടങ്ങി. ഓക്കെ, അത് 3 ബിസിനസ് അറ്റ് എ ടൈം? അതേ സമയം ഞാൻ അവിടെ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ഒന്ന് ട്രേഡിംഗ് ബിസിനസ് ആയിരുന്നു, ഫാഷൻ ഗുഡ്സ് ട്രേഡ് ചെയ്യുന്ന ബിസിനസ് ആയിരുന്നു. ഈ യൂറോപ്പിൽ നിന്നൊക്കെ സോഴ്സ് ചെയ്തിട്ട് പിന്നെ ലക്ഷറി ഗുഡ്സൊക്കെ ഇമ്പോർട്ട് ചെയ്തിട്ട് അക്രോസ് GCC, ഇന്ത്യ, അങ്ങനെ ഇവിടത്തൊക്കെ ട്രേഡ് ചെയ്യുന്നതായിരുന്നു. വേറൊരു ബിസിനസ് എന്ന് വെച്ചാൽ ഒപ്റ്റിക് പ്ലസ് എന്നൊരു ഒപ്റ്റിക്കൽ ഗ്രൂപ്പിൻ്റെ, ഐ മീൻ ഒരു ഒപ്റ്റിക്കൽ ചെയിനും പിന്നെ ഡിസ്ട്രിബ്യൂഷനൊക്കെ അതിൻ്റെ കോ ഫൗണ്ടറായിട്ട് ഉണ്ടായിരുന്നു. പിന്നെ ഒന്ന് വെച്ചാൽ കൺസൾട്ടിങ് ആയിരുന്നു. ഈ മാർക്കറ്റ് റിസർച്ച്, ലക്ഷറി സെഗ്മെൻറ്റിൽ എസ്പെഷ്യലി, പിന്നെ അഡ്വൈസറി ഒക്കെ കൊടുക്കുന്ന കോർപ്പറേഷൻസിനും മറ്റേ പിന്നെ ഹൈ എൻഡ് ചില എക്സ്ട്രീം ആയിട്ടുള്ള ചില കാര്യങ്ങൾ നെഗോഷിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കൺസൾട്ടിങ് ഫേം ആയിരുന്നു. അത് യൂറോപ്പിലാണ് ബേസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം 2 ബിസിനസ് ഇവിടെ ബേസ് ചെയ്ത്, ഒരു ബിസിനസ് യൂറോപ്പിൽ ബേസ് ചെയ്ത്, അങ്ങനെ ഞാൻ യൂറോപ്പിലേക്ക് മോസ്റ്റ്ലി അവിടെ ആയിരുന്നു ഉണ്ടായിരുന്നത്. ശരി. അപ്പോൾ ഇവിടെ ജോബിൽ നിന്ന് ഇറങ്ങി ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് യൂറോപ്പിലേക്ക് എങ്ങനെയാണ് ഇപ്പോൾ? ഈ എൻ്റെ കരിയറിൽ ഞാൻ ചെയ്ത ബിസിനസ്സിൻ്റെ ഒരു എപ്പിസെൻറ്റർ എന്ന് പറയുന്നത് യൂറോപ്പാണല്ലോ, ഫ്രാൻസ്, ഇറ്റലിയാണ്. അപ്പോൾ ഓവർ ദ പീരീഡ് ഓഫ് 10-12 years എൻ്റെ എല്ലാ സപ്ലയേഴ്സും വെൻഡേഴ്സും ഡീൽസും പാർട്ട്ണർഷിപ്സൊക്കെ കിടക്കുന്ന യൂറോപ്യൻ ബേസാണ്. അപ്പോൾ ആ റിലേഷൻഷിപ്പ് ഉള്ളത് കാരണം അവിടുത്തെ കണക്ഷൻസും നെറ്റ്വർക്ക് കാണും. എനിക്കത് കൂടുതൽ എളുപ്പമായി തോന്നി. ഓക്കെ, അവിടെ സെറ്റപ്പ് ചെയ്യാനും അവിടെ നിന്ന് കാര്യങ്ങൾ നീക്കാനും വേണ്ടിയിട്ടുള്ള അവിടുന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന, അവിടുന്ന് മാനുഫാക്ചർ ചെയ്യുന്ന പ്രോഡക്ട്സ് ആണല്ലോ ഞാൻ. പിന്നെ അവിടെയുള്ള ബ്രാൻഡ്സിന് വേണ്ടിയിട്ട് കൺസൾട്ടിങ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റിയും കിട്ടി. അപ്പോൾ ആ ബ്രാൻഡ്സൊക്കെ എമേർജിങ് മാർക്കറ്റിലേക്ക് പെനിട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ എമേർജിങ് മാർക്കറ്റ് അറിയുന്നവരെ
ആവശ്യമുണ്ടല്ലോ കൺസൾട്ടിങ്ങിന്. പിന്നെ അതുകൂടെ അതേ സമയത്ത് തന്നെ ഞാൻ ക്രോക്സിൻ്റെ ഐവെയർ ലൈന്, അപ്പോൾ ക്രോക്സ് എന്ന് പറഞ്ഞ ബ്രാൻഡില്ലേ US-ൻ്റെ, അവർ ആദ്യമായിട്ട് മിഡിൽ ഈസ്റ്റിലേക്ക് അവർക്ക് ഐവെയർ ഇൻട്രൊഡ്യൂസ് ചെയ്യണമെന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ 5 കൺട്രീസ് അക്രോസ് GCCൻ്റെ എക്സ്ക്ലൂസീവ് ഡിസ്ട്രിബ്യൂഷൻ റൈറ്റ് എൻ്റെ പേരിലാണ് ഞാൻ എടുത്തു. അത് ഒപ്റ്റിക് പ്ലസ് എന്ന കമ്പനിക്ക് അസൈൻ ചെയ്ത് കൊടുത്തു. ഓക്കെ. അതായത് ഞാൻ കോഫൗണ്ട് ചെയ്ത് 1 വർഷം എൻ്റെ പേരിലായിരുന്നു കംപ്ലീറ്റ് റൈറ്റ്സ് ഉണ്ടായിരുന്നത് മൊത്തം അക്രോസ് GCCയിലുള്ള ഓരോ ക്രോക്സ് ഡോസും അതിന് കംപ്ലീറ്റ് ഡിസ്ട്രിബ്യൂഷൻ, എക്സ്ക്ലൂസീവ് ഡിസ്ട്രിബ്യൂഷൻ എൻ്റെ പേരിലായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൂടാതെ പല ബ്രാൻഡ്സും ഇവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട്, യൂറോപ്യൻ ബ്രാൻഡ്സ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ യൂറോപ്യൻ ബ്രാൻഡ് പ്രിൻസിപ്പിൾസിന് വേണ്ടിയിട്ട് കുറേ കൺസൾട്ടിങ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ പാർട്ണർഷിപ്പ് ഫെസിലിറ്റേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ പല ബ്രാൻഡ്സും എനിക്ക് പുറത്ത് പറയാൻ കാരണം എന്ന് വെച്ചാൽ എനിക്ക് NDA ഉണ്ട്. അതിൻ്റെ ബിഹൈൻഡ് ഇപ്പം ചില ഹൈ എൻഡ് ഫാഷൻ ബ്രാൻഡ്സ് ഒക്കെ ഇവിടെ ഡിസ്ട്രിബ്യൂഷൻ സെറ്റപ്പ് ചെയ്യാനും ഇവിടുത്തെ ഡീലർഷിപ്പ് ഇതാക്കാനും പിന്നെ ഇവിടുത്തെ മാർക്കറ്റ് റിസർച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറേ കൺസൾട്ടിങ് ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. ക്രിറ്റിക്കൽ ആയിട്ടുള്ള പല മേജർ ഫാഷൻ ബ്രാൻഡ്സിൻ്റെ ഒക്കെ. അതാണ് ജേണി. പക്ഷെ ഇതൊന്നും ഹെൽത്ത് കെയർ ആയിട്ട് അതാണ് ഞാൻ ഇൻട്രസ്റ്റിംഗ്. ഇപ്പൊ ഇതുവരെ കേട്ട് വെച്ചിട്ട് ഹെൽത്ത് കെയറിലേക്ക് ഇപ്പോഴും എത്തിയിട്ടില്ല. ഹെൽത്ത് കെയർ ഒരു ചെറിയൊരു എലമെന്റ് ഉണ്ട്. ഐ കെയർ എന്ന് പറയുന്നത് പാർട്ട് ഓഫ് ക്ലിനിക്കൽ പേഴ്സൺ അല്ല. ഐ എം നോട്ട് എ പ്രാക്ടീഷണർ, മെഡിക്കൽ പ്രാക്ടീഷണർ. ഈവൻ ഐ കെയറിൽ ഞാൻ ഒരു ഒപ്റ്റോമെട്രിസ്റ്റോ ഓഫ്താൽമോളജിസ്റ്റോ ഒന്നും അല്ല. അതിന്റെ കമേഴ്ഷ്യൽ സൈഡിലാണ് ഞാൻ ഇൻവോൾവ് ചെയ്തത്, ബിസിനസ് സൈഡിൽ, നോട്ട് എ ക്ലിനിക്കൽ സൈഡ്. പിന്നെ ഹെൽത്ത് കെയർ എനിക്കുള്ള ആകെ ബന്ധം നാട്ടിൽ ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ് ഉണ്ടായിരുന്നു. ഞാനും ഭാഗമായിട്ടുള്ള കുറച്ച് നാട്ടിലൊരു 5-8 ആൾ കൂടിയിട്ട് കോഫൗണ്ട് ചെയ്ത ഒരു ചാരിറ്റബിൾ ട്രസ്റ്റിൽ നമ്മൾ ഒരുപാട് ഹെൽത്ത് കെയർ സർവീസസ് ഫ്രീ ആയി ചെയ്തു കൊടുക്കുകയായിരുന്നു അണ്ടർ പ്രിവിലേജ്. അതൊരു ബന്ധമുണ്ട്. പിന്നെ ഈ ഐ കെയർ എന്ന് പറഞ്ഞാൽ വിഷൻ കെയറുമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഇൻവോൾവ്ഡ് ആണല്ലോ, അറിയാലോ. ഒരു വൺ ഓഫ് ദ സെഗ്മെന്റ്സ് ആണല്ലോ വൈഡർ ഹെൽത്ത് കെയറിൽ ഐ കെയർ. പിന്നെ ഞാനപ്പോൾ യൂറോപ്പും വിട്ട് ദുബായും വിട്ട് ഗൾഫും വിട്ട് ഞാൻ പിന്നെ ഓസ്ട്രേലിയയിലേക്ക് പോയി. ഓസ്ട്രേലിയയിലോട്ട് പോയി അവിടെ നിന്ന് ഞാൻ ഒരു ഇറ്റാലിയൻ കമ്പനി അവരുടെ ഐ കെയർ വിഷൻ കെയർ യൂണിറ്റിലാണ് കുറച്ച് വർക്കൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ ഞാൻ ബിസിനസ്സും തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അവിടുത്തെ അവിടെ കണ്ട ഒരു പ്രോബ്ലം പരിഹരിക്കാൻ വേണ്ടിയിട്ട്, എസ്പെഷ്യലി എൽഡർലി ആൾക്കാർ വിഷൻ ടെസ്റ്റിനും ഐ ടെസ്റ്റിനും ഡെൻ്റൽ കെയറിനും കുറേ ദൂരത്തേക്ക് വരുന്ന ഒരു പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഒരു മൊബൈൽ ഐ ഇയർ ആൻഡ് ഡെൻ്റൽ കെയർ ക്ലിനിക്ക് എന്ന് പറഞ്ഞ ഒരു സ്ഥാപനം ആ സമയത്ത് ഞാൻ 2 ഓസ്ട്രേലിയൻ ഫ്രണ്ട്സുമായിട്ട് കൂടിയിട്ട് ലോഞ്ച് ചെയ്ത്. അതാണ് ആക്ച്വൽ ഷോപ്പ് ടോക്കിൻ്റെ ഉത്ഭവം എന്ന് പറയുന്നത്. ആ മൊബീത് കെയർ എന്ന് പറഞ്ഞ ബ്രാൻഡ് തന്നെയാണ് റീബ്രാൻഡ് ചെയ്തിട്ട് ഷോപ്പ് ടോക്ക് ആക്കിയത് കേരളത്തിലേക്ക് വന്നേരം. ആക്ച്വലി ഷോപ്പ് ടോക്ക് വാസ് ഫൗണ്ടഡ് ഇൻ ഓസ്ട്രേലിയ ഇൻ സിഡ്നി. അപ്പോൾ ഈ എന്താണ് മൊബീത് കെയർ, മൊബൈൽ ഐ ഇയർ ആൻഡ് ഡെൻ്റൽ കെയർ. അതിൽ ഐ ഇയർ ആൻഡ് ഡെൻ്റൽ കെയർ മാത്രം. പക്ഷെ കേരളത്തിലേക്ക് നമ്മൾ വന്നേരം കുറച്ച് കഴിഞ്ഞൂടെ കോവിഡ് വന്നല്ലോ. അതിന്റെ കുറച്ച് മാസങ്ങൾക്ക് ശേഷമാണ് കോവിഡ് വന്നത്. മൊബീത് കെയർ തന്നെയാണ് കേരളത്തിലെ ഷോപ്പ് ടോക്കിന്റെ ബ്രാൻഡിന്റെ പാരന്റ് കമ്പനിന്റെ പേര്. അപ്പോൾ ആ സമയത്ത് എല്ലാ സ്പെഷ്യാലിറ്റിയും പിന്നെ ടെലിമെഡിസിൻ ലീഗലൈസ് ചെയ്ത് ഗവൺമെന്റ് ഓപ്പൺ അപ്പ് ചെയ്തല്ലോ, അതിന്റെ റെഗുലേഷനൊക്കെ ഈസി ആക്കി. അപ്പം എല്ലാ സ്പെഷ്യാലിറ്റിനെയും ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് മൊബീത് കെയർ നമ്മൾ റീബ്രാൻഡ് ചെയ്തിട്ട് ആ പ്ലാറ്റ്ഫോമിൻ്റെ റീബ്രാൻഡ് ചെയ്തിട്ട് ഷോപ്പ് ടോക്ക് എന്നാക്കി. അതാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഷോപ്പ് ടോക്ക്. അതിൻ്റെ ഒരു ഗ്രാജുവൽ ഇവോൾവ്മെൻ്റ് ആണത്. ഓക്കെ. ഷോപ്പ് ഡോക്കിലേക്ക് വരുമ്പോൾ എന്താണ് നിങ്ങൾ ഫസ്റ്റ് ചെയ്തത്? കേരളത്തിൽ ഷോപ്പ് ഡോക്ക് കൊണ്ടുവന്നു. സോ നിങ്ങൾ ഹോസ്പിറ്റൽസിന് അപ്രോച്ച് ചെയ്യുകയാണോ ചെയ്തത് ഈ പ്ലാറ്റ്ഫോമിലേക്ക് കൊണ്ടുവരാൻ? എന്താണ് അതിൻ്റെ ഒരു ഈ കേരളത്തിലേക്ക് ഏകദേശം 2019 എൻഡോടെയാണ് ഷോപ്പ് ടോക്ക് വരുന്നത്. അപ്പം നമ്മുടെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഈ ഹെൽത്ത് കെയറിൻ്റെ സർവീസസ്, മെഡിക്കൽ റിലേറ്റഡ് ആയ സർവീസസ് കൂടുതൽ ആക്സസിബിൾ ആക്കുക സാധാരണ ജനങ്ങൾക്ക്. പിന്നെ അതിൻ്റെ ക്വാളിറ്റി ഓഫ് ഡെലിവറി കൂട്ടുക, പിന്നെ അഫോർഡബിലിറ്റിയും കൂട്ടുക. ഇപ്പോൾ 3 കീ എലമെൻറ്റ്സ് ആണ്, കീ ഫാക്ടേഴ്സാണ് നമ്മൾ ഉദ്ദേശിച്ചത് ഈ ഷോപ്പ് ടോക്ക് എന്ന് പറഞ്ഞാൽ. ഈ എൻ്റർപ്രണർഷിപ്പ് എന്ന് പറഞ്ഞാൽ ഇപ്പം ഇന്നലെ എന്നോട് ഒരാൾ ഇൻസ്റ്റഗ്രാമിൽ ചോദിച്ചാൽ എനിക്ക് എൻ്റർപ്രണർ ആവണം, എന്താ ചെയ്യേണ്ടതെന്ന്. ഞാൻ പറഞ്ഞു ജനങ്ങൾക്ക് കൂടുതൽ ജനങ്ങൾക്ക് വേണ്ട എന്തെങ്കിലും പ്രോഡക്റ്റോ സർവീസോ നിങ്ങൾ ഉണ്ടാക്കുക, അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുക. അതാണ് എൻ്റർപ്രണർഷിപ്പ് എന്ന് പറയുന്നത്. അപ്പം ഹെൽത്ത് കെയറിലേക്ക് നോക്കിയപ്പം നാട്ടിൽ കണ്ട ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതിൽ കുറച്ച് ഏറ്റവും ഇമ്പോർട്ടൻ്റ് പ്രശ്നം ആക്സസിബിലിറ്റിയാണ്. പിന്നെ ആ റൈറ്റ് ഇൻഫർമേഷൻ എല്ലാത്തേക്ക് എത്തിക്കുക. ഈ ഞങ്ങൾ പറഞ്ഞ പോലെ ആ ചോയ്സ് ക്രിയേറ്റ് ചെയ്യുക അവിടെ.
മൾട്ടിപ്പിൾ ഓപ്ഷൻസ് പേഷ്യൻസിന് കൊടുക്കുക. പിന്നെ ഇതൊക്കെ ചെയ്യണമെങ്കിൽ നമുക്ക് അത് എങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും? ഈ ഷോപ്പ് ടോക്ക് കേരളത്തിലേക്ക് തുടങ്ങുന്ന സമയത്ത് എനിക്ക് നാട്ടിലൊരു ക്ലിനിക്ക് തുടങ്ങിയാണെന്നുണ്ടായിരുന്നു. എൻ്റെ ചെറുത്തൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു പോളിക്ലിനിക്ക് തുടങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിൻ്റെ പരിപാടികളൊക്കെ ഞാൻ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ ചിന്തിച്ച് ആ ക്ലിനിക്ക് തുടങ്ങിയാൽ എനിക്ക് ആ ചെറുത്തൂർ പഞ്ചായത്തിൻ്റെ ആ ചുറ്റുവട്ടത്തിൽ 20 കിലോമീറ്റർ റേഡിയസിലുള്ള കുറച്ച് ജനങ്ങളൊക്കെ സഹായിക്കാൻ പറ്റും, ഹെൽപ്പ് ചെയ്യാൻ പറ്റും, അവരുടെ ഹെൽത്ത് കെയർ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റും. അപ്പോൾ ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ആയാൽ ചെറുത്തൂർ പഞ്ചായത്തിലുള്ള ആൾക്കാരെ മാത്രമല്ല, മൊത്തം കേരളത്തിലെയും ഇന്ത്യയുടെ മറ്റുള്ള ഭാഗങ്ങളും ഇന്ത്യക്ക് പുറത്തുള്ളവർക്കുള്ള സർവീസസ് ഇതിലൂടെ നമുക്ക് കൊടുക്കാമെന്നുള്ള കാര്യം മനസ്സിലാക്കി. അപ്പോൾ ആ സ്കെയിലബിലിറ്റി എന്നുള്ളൊരു സംഭവം ഉണ്ടല്ലോ, ആ ഡിജിറ്റൽ എലമെന്റ് വന്നോടെ, അതായത് ഓൺലൈൻ ഒന്ന് വന്നോടെ ഈ ഹെൽത്ത് കെയർ സർവീസിനെ കുറച്ചും കൂടെ ഡെമോക്രറ്റൈസ് ചെയ്യാൻ പറ്റും, മാക്സിമം ജനങ്ങളിലേക്ക് ഈ സർവീസസിനെ എത്തിക്കാൻ പറ്റും. അപ്പോൾ ആക്സസിബിലിറ്റി ഭയങ്കരമായിട്ട് കൂടി. ഞാനവിടെ ചെറുത്തൂർ എന്ന സ്ഥലത്ത് ഒരു ക്ലിനിക്ക് ഉണ്ടെങ്കിൽ ആ ചെറുത്തൂരിൻ്റെ ചുറ്റുവട്ടത്തെ 20 കിലോമീറ്റർ റേഡിയസിൽ ഒരു 20,000 പേർക്ക് മാത്രമേ അതിൻ്റെ സർവീസ് ആക്സസ് ചെയ്യാൻ പറ്റും. ഇന്ത്യയിലെ ഏത് ഭാഗത്തുള്ള ഒരു ഡോക്ടറെ നമ്മുടെ പ്ലാറ്റ്ഫോമിലേക്ക് കൊണ്ടുവരാൻ പറ്റും. കേരളത്തിലുള്ള പേഷ്യൻസിന് മാത്രമല്ല, ഇന്ത്യയുടെ മറ്റുള്ള ഭാഗങ്ങൾക്ക്, ഇപ്പോൾ ദുബായിലുള്ള പേഷ്യൻസിന് വേണമെങ്കിലും അവരുടെ സർവീസ് ആക്സസ് ചെയ്യാൻ പറ്റും. അത് ഇനേബിൾ ചെയ്യാനുള്ള കാരണം എന്താണ്? നമ്മൾ ടെക്നോളജി ലിവറേജ് ചെയ്തു. ആ ഡിജിറ്റൽ എന്ന് പറഞ്ഞ സംഭവം ഡിജിറ്റൈസ് ചെയ്തു നമ്മുടെ സംഭവം. ഇപ്പം കേരളത്തിലേക്ക് വന്നും ഏറ്റവും കൂടുതൽ ചാലഞ്ച് എന്നുണ്ടായെന്ന് വെച്ചാൽ ഈ നാട്ടിലുള്ള ക്ലിനിക്കുകൾ, ഹോസ്പിറ്റലുകളൊന്നും ഡിജിറ്റൈസ് ചെയ്തിട്ടില്ല. വളരെ കുറഞ്ഞ ക്ലിനിക്കുകൾ, ഹോസ്പിറ്റലുകൾ ഡിജിറ്റൈസ് ചെയ്തിട്ടുള്ളൂ. അത് ഡിജിറ്റൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കുറച്ചും കൂടെ ആക്സലറേറ്റ് ആയിട്ട് നമുക്ക് ഇവരുടെ പ്ലാറ്റ്ഫോമിലേക്ക് കൊണ്ടുവരാൻ പറ്റും. അപ്പം തുടക്കത്തിൽ ഈ പ്ലാറ്റ്ഫോം നമ്മൾ ബിൽഡ് ചെയ്ത് തരാം. അവിടത്തേക്ക് ക്ലിനിക്കിനെയും ഹോസ്പിറ്റലിനെയും ഇൻവൈറ്റ് ചെയ്തിട്ട് അവർക്ക് ഡിജിറ്റലി കുറച്ച് ടൂൾസൊക്കെ കൊടുത്തിട്ട് അവിടെ ഒരു അക്കൗണ്ടൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മുടെ പ്ലാറ്റ്ഫോമിലേക്ക് ഓൺബോർഡ് ചെയ്തു. ഓക്കെ അപ്പോൾ ആ സമയത്ത് ഞാൻ മൊത്തം ഏകദേശം നോർത്ത് കേരളയിലെയും സെൻട്രൽ കേരളയിലും ഒരുപാട് ഹോസ്പിറ്റലും ക്ലിനിക്ക് സന്ദർശിച്ചപ്പം വളരെ കുറഞ്ഞ സ്ഥാപനങ്ങളൊക്കെ ഡിജിറ്റലി ഒരു ഡിജിറ്റൈസേഷൻ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അത് കോവിഡ് സമയത്തിന് ശേഷം ഭയങ്കരമായിട്ട് പെട്ടെന്ന് ആക്സിലറേറ്റ് ആയി. അപ്പം ഗവൺമെൻറ് ഫെസിലിറ്റീസ്, ഗവൺമെൻറ് ക്ലിനിക്സ്, പ്രൈമറി ഹെൽത്ത് സെൻറ്റർ, കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻറ്റേഴ്സ്, താലൂക്ക് ഹോസ്പിറ്റൽ, ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽസ്, ആ സമയത്ത് 8-10 മാത്രമേ ഡിജിറ്റലി ഡോക്ടേഴ്സിന് ആക്സസ് ചെയ്യാൻ പറ്റും. ഒരു ഇൻ്റർ ഓപ്പറബിൾ ഫെസിലിറ്റി ഉണ്ടായിരുന്നുള്ളൂ ഈ ഹെൽത്ത് എന്ന് പറഞ്ഞ പ്രൊജക്റ്റിൻ്റെ. അപ്പം ഇപ്പം അതൊക്കെ മാറി, കാര്യങ്ങളൊക്കെ മാറി. ഇത് ഞാൻ 5 വർഷം മുമ്പത്തെ കഥയാണ് പറയുന്നത്. ആ ഒരു ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ അവിടെ കേരളത്തിൽ നന്നായി, എസ്പെഷ്യലി ഹെൽത്ത് കെയറിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. കോവിഡ് ആക്സിലറേറ്റ് ചെയ്ത് ലൈക്ക് എനി അതർ, എന്താ പറയേണ്ടത്, ഹെൽത്ത് കെയർ മാത്രമല്ല കോവിഡ് മൂലം ആക്സിലറേറ്റ് ചെയ്തത്. കുറച്ചും കൂടെ ഈ ഏരിയയിൽ അവരെ കൺവിൻസ് ചെയ്യിപ്പിക്കാൻ കുറച്ചും കൂടെ പിന്നീട് ഈസി ആയിട്ടുണ്ടാവും. ഈ ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലാക്കുക. സോ വൈ ഡിഡ് യു ചൂസ് കേരള? ഐ മീൻ ഇന്ത്യയിൽ മറ്റ് പല സ്ഥലങ്ങളും ഉണ്ടായിരിക്കുക. യു ഹാവ് വർക്ക്ഡ് ഇൻ അതർ കൺട്രീസ്. കേരളം നമ്മുടെ നാടായുണ്ട്. ഞാൻ തുടങ്ങിയത് എൻ്റെ കമ്പനി രജിസ്റ്റർ ചെയ്ത് എൻ്റെ പഞ്ചായത്തിലുള്ള അഡ്രസ്സിലാണ് നമ്മുടെ കമ്പനി തന്നെ രജിസ്റ്റർ ചെയ്തത്, എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള അഡ്രസ്സ്. അപ്പം എൻ്റെ ഈ ഹെൽത്ത് കെയറിലുള്ള എൻ്റർപ്രണർഷിപ്പ് ജേണി തന്നെ ജനങ്ങളുടെ പ്രശ്നം പരിഹരിക്കാനെന്നുള്ളതാണ്. അപ്പം എനിക്ക് ഏറ്റവും അടുത്തുള്ള ആൾക്കാരുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചിട്ട് ഞാൻ തുടങ്ങാം. അപ്പോൾ എൻ്റെ എൻ്റർപ്രണർഷിപ്പ് ജേണി എന്ന് വെച്ചാൽ ഒരു വളരെ പേർപ്പസ് ഡ്രിവൺ ജേണിയാണ്. ഓക്കെ ഈ ഞാൻ ഇന്നലെ ഞാൻ കുറച്ച് ആൾക്കാരോട് പറഞ്ഞു, ഇപ്പം അടുത്ത് ഞാൻ പറഞ്ഞു, ഇപ്പം ഞാൻ കൂടെ പറയുന്നത്, ഇപ്പം ഞാൻ ആ ഹെൽത്ത് കെയർ ഷോപ്പ് ടോക്ക് തുടങ്ങുമ്പം പലയാളും ചോദിച്ചു, എന്തിനാ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ബിസിനസ്സിൽ തുടങ്ങിക്കൂടെ? ആ പൈസ വേറെ ഏതെങ്കിലും ട്രേഡിലോ ഗോൾഡിലോ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് മാക്സിമൈസ് ചെയ്തുകൂടെ, പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്തുകൂടെ? ശരിയാണ്. ഹെൽത്ത് കെയർ എന്ന് വെച്ചാൽ വളരെ ഡിഫിക്കൽട്ട് ഗെയിമാണ്. ആ ഹെൽത്ത് കെയറിൻ്റെ ആ ഫൗണ്ടേഷൻ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വർഷങ്ങളെടുക്കും. ഹെൽത്ത് കെയറിൽ ഒരു ബ്രാൻഡ് ബിൽഡ് ചെയ്യണമെങ്കിൽ മിനിമം ഒരു 10 years വേണം, ഒരു ബ്രാൻഡ് അത്യാവശ്യം ജനങ്ങൾ അറിയണമെങ്കിൽ. കാരണം എന്ന് വെച്ചാൽ ഈ ഹെൽത്ത് കെയറിൽ ട്രസ്റ്റാണ് ഏറ്റവും ഡെഫിസിറ്റ് ആയിട്ടുള്ളത്, ജനങ്ങളുടെ വിശ്വാസം. ആ വിശ്വാസം പിടിച്ചു പറ്റണമെങ്കിൽ സമയമെടുക്കും. അതൊരു
ഇമ്മീഡിയറ്റ്. ആ വിശ്വാസം കിട്ടിയതിന് ശേഷം മാത്രമേ അതിൻ്റെ കമേഴ്ഷ്യൽ സസ്റ്റൈനബിലിറ്റി വരൂ. ഓക്കെ. അപ്പോൾ ഹെൽത്ത് കെയറിലുള്ള എല്ലാ ഇൻവെസ്റ്റ്മെൻറ്റും എല്ലാം ലോങ് ടേം ആയിരിക്കും. ഒരു ക്വിക്ക് റിട്ടേൺ ഒന്നും എക്സ്പെക്ട് ചെയ്തിട്ട് ഹെൽത്ത് കെയറിൽ ആരും ഇൻവെസ്റ്റ് ചെയ്യാൻ പാടില്ല. അപ്പോൾ അതെനിക്ക് അറിയായിരുന്നു അതിൻ്റെ എത്ര ചാലഞ്ചസ് ഉണ്ടാവുന്നു. അപ്പോൾ എന്നോട് പല ആളും ഉപദേശിച്ച് നിങ്ങൾ എന്താ ഹെൽത്ത് കെയർ. അപ്പം എൻ്റെ ഉത്തരം അതാണ്, ഞാൻ ജെന്യുവനായിട്ട് മനസ്സിലാക്കിയ പ്രോബ്ലം, ഹെൽത്ത് കെയർ സെക്ടറിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ട് എന്നെക്കൊണ്ട് എങ്ങനെ ചെയ്യാൻ പറ്റും, അത് ഡിജിറ്റൽ ടെക്നോളജി ഉപയോഗിച്ചിട്ട് അത് ലിവറേജ് ചെയ്തിട്ട് എങ്ങനെ നമുക്ക് ഈ എന്താ പറയേണ്ടത് ഈ പ്രോബ്ലംസ് മാക്സിമം ജനങ്ങൾക്ക് പരിഹരിച്ചിട്ട് അതിൻ്റെ സർവീസ് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും. ആ ഒരു പർപ്പസോടെ നമ്മുടെ പർപ്പസ് തന്നെ ഹെൽപ്പ് പീപ്പിൾ വിത്ത് ദെയർ ഫിസിക്കൽ ഇമോഷണൽ ആൻഡ് മെൻ്റൽ ഹെൽത്ത് എന്നാണ്. അപ്പോൾ അതിൻ്റെ ആ ഡ്രൈവായിരുന്നു നമുക്കുണ്ടായിരുന്നത്. ഞാനൊരു പേപ്പർ കട്ടിങ്ങും കൂടെ കണ്ടിട്ടുണ്ടായിരുന്നു, ഒരു ന്യൂസ്. അതായത് നിങ്ങളുടെ മറ്റൊരു വിഷനാണെന്ന് തോന്നുന്നുണ്ട്. അത് മലബാർ ഒരു ഹെൽത്ത് കെയർ ടൂറിസം പ്രൊമോട്ട് ചെയ്യാന്നുള്ളൊരു. ഇപ്പം കേരളത്തിൽ ടൂറിസം വളരെ, അതായത് കേരളം ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പറയുന്നുണ്ട്. ടൂറിസത്തിന് ഒരുപാട് സാധ്യതകൾ, അനന്ത സാധ്യതകളുള്ളൊരു സ്ഥലമാണ് കേരളം. അത് ശരിക്കും നമ്മൾ ക്യാപിറ്റലൈസ് ചെയ്യുന്നില്ല, ലിവറേജ് ചെയ്യുന്നില്ല. ഇപ്പം പിന്നെ ഈ വെൽനെസ്സിൻ്റെ കാര്യത്തിൽ കേരളം, എസ്പെഷ്യലി നോർത്ത് മലബാർ റീജിയന് വേൾഡ് റിനൗണ്ട് ആണ്. പക്ഷേ അത് നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നില്ല, അതിനെ ക്യാപിറ്റലൈസ് ചെയ്യുന്നില്ല, അത് ലിവറേജ് ചെയ്തിട്ട് നമ്മളൊന്നും കാര്യമായിട്ടൊന്നും ചെയ്യുന്നില്ല. സത്യം പറഞ്ഞാൽ വേറെ വെൽനെസ് മെഡിക്കൽ ടൂറിസം ഡെസ്റ്റിനേഷൻ നോക്കുകയാണെങ്കിൽ നമുക്ക് അതിനേക്കാളും റിസോഴ്സസ് ഉണ്ട് കേരളത്തിൽ. ഓക്കെ, പ്രൊഫഷണൽസ് ആണെങ്കിലും മറ്റുള്ള എല്ലാ റിസോഴ്സസും ഉണ്ട്, പക്ഷെ അത് ഉപയോഗപ്രദമാക്കുന്നില്ല. അപ്പം മലബാർ മാംഗ്ലൂർ മെഡിക്കൽ മാനേജ്മെൻറ്റ് അലയൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഫണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് ഈ മലബാറിലേക്കുള്ള മെഡിക്കൽ ടൂറിസം റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചറിനെ ഇനേബിൾ ചെയ്യുക, ഒരു ഇക്കോ സിസ്റ്റം ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ഫണ്ട് ക്രിയേറ്റ് ചെയ്തത്. നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒബ്ജക്റ്റീവ് എന്നതെന്ന് വെച്ചാൽ വിദേശങ്ങളിൽ നിന്നും അല്ലെങ്കിൽ ഇന്ത്യയുടെ മറ്റുള്ള ഭാഗങ്ങളിൽ നിന്നും മലബാറിലേക്ക് ഏറ്റവും കൂടുതൽ മെഡിക്കൽ ടൂറിസ്റ്റിന്, മെഡിക്കൽ ആവശ്യത്തിന് വരുന്ന അല്ലെങ്കിൽ ഹെൽത്ത് ആൻഡ് വെൽനെസ് ട്രീറ്റ്മെൻറ്റിന് വരുന്ന ആൾക്കാരുടെ നമ്പർ കൂട്ടുക, അതിലൂടെ ലോക്കൽ എക്കണോമിനെ എന്താ വേണ്ടത് എൻഹാൻസ് ചെയ്യുക. പിന്നെ ആസ് എ റിസൾട്ട് ഒരുപാട് ലോക്കൽ എംപ്ലോയ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യുക, ജോബും ക്രിയേറ്റ് ചെയ്യുക. ഇതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇപ്പം ഇത് വളരണമെങ്കിൽ നമുക്ക് ഇൻഫ്രാസ്ട്രക്ചർ ഇപ്പം ഒരുപാട് ഇപ്പോൾ വളർന്നുകൊണ്ടിരിക്കുന്നത് എന്താണ്, ഇപ്പോൾ നമ്മുടെ ആ മലബാറിൽ നോക്കുകയാണെങ്കിൽ കാലിക്കറ്റ്, കണ്ണൂർ എയർപോർട്ട് ഉണ്ട്. പിന്നെ മാംഗ്ലൂരും അതിലൂടെ കൊണ്ടുപോവുകയാണെങ്കിൽ 3 എയർപോർട്ട് ഉണ്ട്. അത് ഒരു 150 കിലോമീറ്റേഴ്സ് ഡിസ്റ്റൻസിൽ ഒരു ഇൻ്റർനാഷണൽ എയർപോർട്ട് കിട്ടുന്നുണ്ട്. ഇപ്പം നാഷണൽ ഹൈവേ വർക്കൊക്കെ പുരോഗമിക്കുന്നുണ്ട്. ഇപ്പോൾ അടുത്ത 2 വർഷത്തിനുള്ള എക്സ്പ്രസ് ഹൈവേ ഓപ്പൺ ആവും. അപ്പം പിന്നെ വന്ദേ ഭാരത് പോലത്തുള്ള നല്ല ട്രെയിൻസും ഉണ്ട്. അപ്പോൾ ആ ലോജിസ്റ്റിക്കൽ പ്രോബ്ലം അവിടെ അങ്ങോട്ട് തീർന്നു. പക്ഷേ സ്റ്റിൽ നോട്ട് കംപ്ലീറ്റഡ് അല്ല. വേറൊരു കാര്യം എന്ന് വെച്ചാൽ കണക്ടിവിറ്റി, ഇൻ്റർനാഷണൽ കണക്ടിവിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്പർ ഓഫ് ഫ്ലൈറ്റ്സ് കേരളത്തിലേക്ക് മലബാറിലേക്ക് വളരെ കുറവാണ്, ഇൻ്റർനാഷണൽ ഡെസ്റ്റിനേഷൻ. മാത്രമല്ല കാലിക്കറ്റ് എയർപോർട്ടിൽ ഫ്ലൈ ദുബായിൽ ഏകദേശം എത്രയാ ആഴ്ചയിൽ 3 ഫ്ലൈറ്റ് ആയിട്ടുള്ളൂ. അതിൽ മാത്രമേ ബിസിനസ് ക്ലാസ് സീറ്റ്സ് ഉള്ളൂ. അത് കൂട്ടണം. അങ്ങനത്തെ പല കാര്യങ്ങളുണ്ട്. ഈ വിദേശങ്ങളിൽ നമ്മുടെ ഫോക്കസ് നമ്മൾ കേരളം എങ്ങനെയാണ് പ്രൊജക്റ്റ് ചെയ്യുന്ന ടൂറിസത്തിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത് ബാക്ക് പാക്കേഴ്സിനാണ്. മനസ്സിലായില്ലേ? ബാക്ക് പാക്കേഴ്സിന് എന്താണ് അവർ എന്താ ചെയ്യുന്നത്, അവർ കേരളത്തിലേക്ക് നമ്മൾ അങ്ങനത്തെ ടൂറിസ്റ്റിനാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. പ്രീമിയം ടൂറിസ്റ്റിന് ആരും ഫോക്കസ് ചെയ്യുന്നില്ല സത്യം പറഞ്ഞാൽ. അത് വലിയൊരു മാർക്കറ്റാണ്. അതാണ് ഇപ്പോൾ ദുബായിൽ ഫോക്കസ് ചെയ്തിട്ട് ഈ ടൂറിസത്തിന് ആക്സലറേഷൻ വന്നത്. അതായത് ഒരു ടൂറിസ്റ്റ് വന്നാൽ അവർ നമ്മുടെ നാട്ടിൽ എങ്ങനെ ഹോട്ടലിൽ നിന്ന് സ്പെൻഡ് ചെയ്യുന്നു, ട്രാവൽ ആൻഡ് ടൂറിസം ആക്ടിവിറ്റീസിന് സ്പെൻഡ് ചെയ്യുന്നു, പിന്നെ എന്താ പറയേണ്ടത് എല്ലാ കാര്യങ്ങളും ഫുഡിന് സ്പെൻഡ് ചെയ്യുന്നത് കംപ്ലീറ്റ് അവിടെ നിന്ന് പർച്ചേസ് ചെയ്യുന്നു, ഷോപ്പിംഗ് ചെയ്യുന്നു. ഈ കംപ്ലീറ്റ് ഒരുപാട് എക്കണോമിക്കൽ ആക്ടിവിറ്റീസാണ് നടക്കുന്നുണ്ടല്ലോ. ഒരു ബാക്ക് പാക്കർ വന്ന കാര്യമായിട്ടൊന്നും നടക്കുന്നില്ല. ലോക്കൽ ട്രെയിന് ടിക്കറ്റ് എടുക്കുന്നു, കോവളത്തോ അല്ലെങ്കിൽ വർക്കിലോ പോയിട്ട് കഞ്ചാവ് അടിച്ച് തിരിച്ചു പോകുന്നു. ഓക്കെ, അങ്ങനത്തെ ടൂറിസ്റ്റിനല്ല നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. അങ്ങനെ അവരെ സ്റ്റോപ്പ് ആക്കണം എന്നല്ല പറയുന്നത്. കേരളം നമ്മൾ ആ പൊസിഷൻ ചെയ്തിട്ടില്ല ശരിക്കും.
പ്രീമിയം ടൂറിസം ഡെസ്റ്റിനേഷൻ പൊസിഷൻ ചെയ്തിട്ടില്ല. ഉദാഹരണത്തിന് ബാലി പോലെ, മാൽദീവ്സ് പോലെ. പിന്നെ ഈ അതിനേക്കാൾ മനോഹരമായ സ്ഥലമാണല്ലോ കേരളം. സത്യം പറഞ്ഞാൽ പല സ്ഥലങ്ങളും ഉണ്ട് കേരളത്തിൽ അതിനേക്കാളും മനോഹരമായ സ്ഥലങ്ങൾ. പിന്നെ നമ്മൾ പൊസിഷൻ ചെയ്യുന്നത് ഒരു വളരെ എക്കണോമിക്കലായിട്ടുള്ള ടൂറിസ്റ്റുകൾ വരുന്ന ആ പൊസിഷനിങ്ങാണ് ഉള്ളത്. അത് മാറണം. അതന്നെയാണ് ആ പ്രീമിയം ആയിട്ട് നമ്മുടെ ഡെസ്റ്റിനേഷനെ പ്രൊജക്റ്റ് ചെയ്താൽ മാത്രമേ നമ്മളെ മെഡിക്കൽ ടൂറിസവും പ്രൊമോട്ട് ആവുള്ളൂ. കാരണം മെഡിക്കൽ ടൂറിസ്റ്റ് വരുന്നത് വെറും കോസ്റ്റ് എഫക്റ്റീവ്നെസ്സിന് വേണ്ടി മാത്രമല്ല, ഈ വെൽനസ് ട്രീറ്റ്മെൻറ്റിന് വെൽത്തിയായ ആൾക്കാർ നമ്മൾ അട്രാക്ട് ചെയ്യണം. അതിന് ഞാൻ പറഞ്ഞു ആദ്യം ബിസിനസ് ക്ലാസ് സീറ്റ്സ് കൂട്ടണം. പിന്നെ 5 സ്റ്റാർ ഹോട്ടൽസ് ഓൾറെഡി ഉണ്ട്. അപ്പോൾ നമ്മുടെ ആ മൈൻഡ് സെറ്റിൻ്റെ കംപ്ലീറ്റ് മാറണം. നമ്മുടെ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്ന പോലെ ഒരു പ്രീമിയം ഡെസ്റ്റിനേഷൻ ആയിട്ട് കാണണം. ഓക്കെ, ബാക്ക് പാക്കറായിട്ടുള്ള യൂറോപ്യൻസ് വന്നിട്ട് കഞ്ചാവ് അടിച്ചിട്ട് തിരിച്ചു പോകേണ്ട സ്ഥലമല്ല. ഞാൻ ആ കഞ്ചാവ് എന്ന് പറയുന്നത് അങ്ങനെ നെഗറ്റീവായിട്ട് എടുക്കണ്ട. നമ്മൾ കാണുന്നല്ല അധികം നമ്മൾ അട്രാക്ട് ചെയ്യുന്ന ഫോറിൻ ടൂറിസ്റ്റിലും നമ്മളെ നാട്ടിൽ വന്നിട്ട് വലിയ പൈസ ഒന്നും സ്പെൻഡ് ചെയ്യാത്ത ആൾക്കാരാണ്. നിങ്ങൾ അതേസമയം മറ്റുള്ള മാൽദീവ്സിൽ പോയൊക്കെ അവിടെ എത്രയാണ് ഓരോ ടൂറിസ്റ്റും പെർ ടൂറിസ്റ്റ് എത്രയാണ് സ്പെൻഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ബാലിയിൽ എത്രയാണ് സ്പെൻഡ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ദുബായിൽ നോക്ക്, ദുബായിൽ ഒരു ടൂറിസ്റ്റ് ഒന്ന് എത്രയാണ് സ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയും കൂടെ നമ്മൾ ടാർഗറ്റ് ചെയ്യണം. അത് ഇതുമായിട്ട് എന്താ കണക്ഷനാണെന്ന് എന്ന് നിങ്ങൾ ചിന്തിക്കും. അതും ഈ മെഡിക്കൽ ടൂറിസമായിട്ട് എന്താ കണക്ഷനാണ്? നമ്മുടെ ആ പൊസിഷനിങ് മാറ്റിയാലേ കൂടുതൽ മെഡിക്കൽ ടൂറിസ്റ്റ് ഇവിടെ വരും. മെഡിക്കൽ ടൂറിസ്റ്റ് ഇവിടെ വരണമെങ്കിൽ ആ പ്രീമിയം സർവീസസ് നമ്മൾ കൊടുക്കണം, ആ പ്രീമിയം കണക്ടിവിറ്റിയും കൊടുക്കണം. ഞാൻ പറയുന്നത് കണക്ടിവിറ്റി ഉദ്ദേശിക്കുന്നത് ഇന്റർനാഷണൽ വൈഡ് ബോഡി എയർക്രാഫ്റ്റ്, ബിസിനസ് ക്ലാസ് ഇല്ല, അങ്ങനത്തെ ആ സീറ്റ്സ് കൂട്ടണം. നമ്മൾ ആ പൊസിഷനിങ് മൈൻഡ് സെറ്റ് വേണം. നമ്മൾ ആര് ഇൻഫീരിയർ അല്ല, നമ്മളൊരു പ്രീമിയം ഡെസ്റ്റിനേഷൻ ആണെന്നുള്ള മൈൻഡ് സെറ്റ് മാറ്റണം. അങ്ങനെ അത് പൊസിഷൻ ചെയ്യണം. അല്ലാണ്ട് വെറും ബാക്ക് പാക്കേഴ്സ് ഇതെല്ലാം കണക്റ്റഡ് ആണ്. മെഡിക്കൽ ടൂറിസം ഡെവലപ്പ് ആണെങ്കിൽ മെഡിക്കൽ ഇൻഫ്രാസ്ട്രക്ചറിന് കൂടെ ജനറൽ ടൂറിസത്തിനുള്ള മറ്റുള്ള ആ മിസ്ലേനിയസ് ആയിട്ട് ഇതും നമ്മളെ പ്രൊജക്ഷനും നമ്മൾ എങ്ങനെയാണ് പൊസിഷൻ ചെയ്യുന്നതൊക്കെ മാറണം. അപ്പോൾ നമ്മുടെ ഈ ഫോറമർ ഫണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ വർക്ക് ഫോഴ്സിനെ അപ്സ്കിൽ ചെയ്യുക, പ്രീമിയം വെൽനസ് ആൻഡ് മെഡിക്കൽ ടൂറിസ്റ്റ് വന്നാൽ അവരെ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മറ്റുള്ള ഫെസിലിറ്റീസ്, വർക്ക് ഫോഴ്സ്, ഹ്യൂമൻ റിസോഴ്സസ്, പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ ടെക്നോളജിക്കലി ഇനേബിൾ ആക്കുക, ഡിജിറ്റൽ നെറ്റ്വർക്കിലൂടെ ഉദാഹരണത്തിന് ഹോസ്പിറ്റൽസിലും കണക്ട് ആക്കുക. ഇതൊക്കെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിലാണ് നമ്മൾ കൂടുതൽ ഇൻവെസ്റ്റ്മെന്റിന് ചെയ്യാൻ പോകുന്നത്. 2 years കൊണ്ട് അതെ, അതാണ് നമ്മൾ പ്രൊജക്ട് ചെയ്തിട്ട് ഇൻവെസ്റ്റ്മെന്റ് നോർത്ത് മലബാറിലേക്ക്. ഉദാഹരണത്തിന് വലിയ വലിയ ഹോസ്പിറ്റൽസിൽ ഓൾറെഡി വലിയ വലിയ ഫെസിലിറ്റീസ് ഒക്കെ കിട്ടിക്കഴിഞ്ഞു. ഹെവി ഡ്യൂട്ടി കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ചെയ്തുകൊണ്ട് വലിയ ഹോസ്പിറ്റൽ ഗ്രൂപ്പ് ആസ്റ്ററിന്റെയും മൈത്രാന്റെയും വലിയ വലിയ ബേബി മെമ്മോറിയൽ ഇങ്ങനത്തെ ഹോസ്പിറ്റൽസ് ഉണ്ട്. കുറേ കോട്ടക്കൽ ആയുർവേദശാല, അങ്ങനെ കുറേ വെൽനസ് ട്രീറ്റ്മെന്റ് സെന്റേഴ്സ് ഉണ്ട്. കുറേ റിസോർട്ട്സ് വന്നിട്ടുണ്ട്. വയനാട്ടിലൊക്കെ എത്രയാ റിസോർട്ട്സ് ഉള്ളത്. ഇതൊക്കെ ഒന്ന് കണക്ട് ചെയ്തിട്ട് ഒരു ഇക്കോസിസ്റ്റം ബിൽഡ് ചെയ്യുക. ഹെവി ഡ്യൂട്ടി കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇപ്പം കണക്ടിവിറ്റി നമ്മുടെ പൊസിഷനിങ് മാത്രം മാറ്റിയാൽ മതി. പിന്നെ ലോക്കലി ഉള്ള വർക്ക് ഫോഴ്സിനെ അപ്സ്കിൽ ചെയ്യുക, യുവ കാര്യങ്ങൾ ചെയ്യുക. ഇതാണ് നമ്മൾ വിത്തിൻ മെഡിക്കൽ ടൂറിസം വിത്തിൻ ആ ഫ്രെയിം വർക്കിൽ ഇതാണ് നമ്മൾ പുഷ് ചെയ്യാൻ പോകുന്നത്. അതൊരു ഗ്രാൻഡ് വിഷനാണ്. അതെ അതെ. അറ്റ് ദ എൻഡ് ഓഫ് ഒരു മേ ബി 5 years ഡൗൺ ദ ലൈൻ, 10 years ഡൗൺ ദ ലൈൻ നമുക്ക് മനസ്സിലാകും ഇതിൻ്റെ റിസൾട്ട് ഔട്ട്കം എങ്ങനെയാണ് നമ്മൾ മെഷർ ചെയ്യുക. മെട്രിക്സ് എന്ന് വെച്ചാൽ എത്ര പേഷ്യൻസ്, ഇന്റർനാഷണൽ പേഷ്യൻസ് കേരളത്തിൽ വന്നിട്ട് വെൽനെസ്സിനോ മെഡിക്കലോ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ട് പോകുന്നു, അവർ എത്ര സ്പെൻഡ് ചെയ്യുന്നു നമ്മുടെ നാട്ടിൽ, അതിലൂടെ എത്ര ജോബ് ക്രിയേറ്റ് ചെയ്യുന്നു. ഇതൊക്കെയാണ് അതിൻ്റെ പെർഫോമൻസ് മെട്രിക്സ്. ഇതിൻ്റെ ഭാഗമായിട്ടാണ് എനിക്ക് തോന്നുന്ന ഒരു ചീഫ് മിനിസ്റ്ററിൻ്റെ കൂടെ ഒരു പ്രോഗ്രാമൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അല്ലല്ല, അത് ഹെൽത്ത് മിനിസ്റ്ററിന്. ചീഫ് മിനിസ്റ്ററിൻ്റെ കൂടെ അത് കുറേ വർഷം മുമ്പുള്ള 3 വർഷം മുമ്പത്തെ ഒരു ഇവൻ്റാണ്. അത് കുറച്ച് ഫൗണ്ടേഴ്സിനെ അദ്ദേഹം ഇൻവൈറ്റ് ചെയ്തിട്ട് കുറച്ച് സംവാദമൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. ഹെൽത്ത് കെയർ സ്പേസിലല്ല, എല്ലാ ഇൻഡസ്ട്രിയിലും. അപ്പം ഞാൻ ഈ ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ് ഡിജിറ്റൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് പ്രപ്പോസൽസ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ ഹെൽത്ത് മിനിസ്റ്ററിന്റെ കൂടെ അത് ഈ നമ്മുടെ ഈ ഫോറം ഫണ്ട് എന്താ ചെയ്യുന്നത്. പിന്നെ നമ്മുടെ ഒരു ഏഞ്ചൽ പ്രോഗ്രാം ഉണ്ട്. ഈ ലോക്കൽ വുമൻ മൈക്രോ എന്റർപ്രണേഴ്സിനെ ഡിജിറ്റലി ഇനേബിൾ ചെയ്തിട്ട് അവർ അപ്സ്കിൽ ചെയ്തിട്ട് അവർക്കുള്ള എക്യുപ്മെന്റ് ഒക്കെ കൊടുത്തിട്ട്. അതെ അതെ, കാറ്റഗറി അതെന്താണ്? അതായത് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു 2000 സ്ത്രീകളെ ഹെൽത്ത് കെയറിലേക്ക് അതിലൊരു മൈക്രോ എന്റർപ്രണറായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ട് അവർക്ക് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ്ങും അവരെ ഡിജിറ്റലി എക്യുപ്പ് ചെയ്യുക. ആ ഒരു പ്രൊജക്റ്റാണ്
ഓക്കെ. ഏഞ്ചൽ പ്രൊജക്റ്റ്. അപ്പോൾ അതിൽ നിന്നുള്ള ആൾക്കാർ തന്നെ കെയർ ഗിവേഴ്സ് ആവശ്യമുണ്ടെങ്കിൽ ഇപ്പം വിദേശങ്ങളിൽ താമസിക്കുന്ന മലയാളികൾക്ക് അവരുടെ ബന്ധുമിത്രാദികൾ, എസ്പെഷ്യലി പ്രായമുള്ള അച്ഛനമ്മമാരെ, അവർക്ക് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നം വന്നാൽ ഈ ഏഞ്ചൽസായിട്ട് ലോക്കലി നെറ്റ്വർക്കിൽ ഏഞ്ചൽസായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് അവർക്ക് വേണ്ടിയിട്ടുള്ള ഹോസ്പിറ്റലൈസേഷൻ നീഡ്, എല്ലാ മെഡിക്കൽ നീഡ്സും ടേക്ക് കെയർ ചെയ്യുന്ന ഒരു പ്രൊജക്റ്റാണ് ഏഞ്ചൽ കെയർ ഗിവിങ്. അപ്പോൾ ഇതൊക്കെ വിത്തിൻ ദ ഏഞ്ചൽ പ്രൊജക്റ്റാണ്. ഏഞ്ചൽ പ്രൊജക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു 2000 സ്ത്രീകൾക്ക് മൈക്രോ എൻ്റർപ്രണർഷിപ്പ് പഠിപ്പിച്ചു കൊടുത്തിട്ട് ഹെൽത്ത് കെയർ ഫീൽഡിൽ അവരെ ഇനേബിൾ ആക്കുക, അവർക്ക് എംപവർ ചെയ്യുക, ആ പ്രൊജക്റ്റാണ്. ഓക്കെ. അത് ഈ ഷോപ്പ് ഡോക്കുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന എങ്ങനെയാണ് അത്? ഷോപ്പ് ഡോക്ക് ഒരു ഡിജിറ്റൽ ഹെൽത്ത് കെയർ പ്ലാറ്റ്ഫോം ആണല്ലോ. അപ്പോൾ ആ ഡിജിറ്റൽ ഹെൽത്ത് കെയർ പ്ലാറ്റ്ഫോമിന്റെ അണ്ടറിലായിരിക്കും ഈ ഏഞ്ചൽസ് വർക്ക് ചെയ്യുക. അപ്പോൾ ആ ഷോപ്പ് ഡോക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കേരളത്തിൽ ഓപ്പറേറ്റ് ചെയ്യുന്നത് ഏഞ്ചൽസ് ആണ്. അപ്പം ആ ഡിജിറ്റൽ ഓരോ ജിയോഗ്രഫിക്കൽ ലൊക്കേഷനിൽ ഓരോ പഞ്ചായത്തിൽ 1-2 ഏഞ്ചൽസിനെ എക്യുപ്പ് ചെയ്ത് അവരെ അപ്സ്കിൽ ചെയ്തിട്ട് അവർ അവിടെ ഡിപ്ലോയ് ചെയ്യുക, മൊബൈലൈസ് ചെയ്യുക. എന്നിട്ട് അവർ ആ ലോക്കലി ഉള്ള ഹെൽത്ത് കെയർ നീഡ്സും അവരുടെ പ്രോബ്ലംസും റിസോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സർവീസസ് ഷോപ്പ് ടോക്ക് എന്ന ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ആ ടൂൾസ് ഉപയോഗിച്ചിട്ട് ഡെലിവർ ചെയ്യുക. ഇതാണ് നമ്മുടെ ഈ ഏഞ്ചൽ കെയർ പ്രൊജക്റ്റ്. ഓക്കെ. അപ്പം ഞാനിപ്പോൾ ആസ് എ പേഷ്യൻറ്റ് ഞാനിപ്പോൾ ഈ ഷോപ്പ് ഡോക്കിനകത്തേക്ക് വന്നു കഴിഞ്ഞാൽ എനിക്ക് എല്ലാ ഡോക്ടേഴ്സിനെ, ഇപ്പോൾ കേരളത്തിലുള്ള ഡോക്ടേഴ്സിനെ കാണാം, ഹോസ്പിറ്റൽസ് കാണാം, ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സ് കാണാം അല്ലേ? അപ്പോൾ അതിനകത്ത് എനിക്ക് ബുക്ക് ചെയ്യാം. അങ്ങനെയാണോ ഡോക്ടേഴ്സിനെ ബുക്ക് ചെയ്ത് അഡ്വൈസ്, ആ ഒരു പോർഷൻ എവിടെ വരുന്നത്? ഓക്കെ. ഒന്ന്, ഇപ്പം നിങ്ങൾക്കൊരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോം യൂസ് ചെയ്യാൻ അറിയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് തന്നെ പോയിട്ട് ഓൺലൈനിൽ ബുക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ വെൽത്ത് ആൻഡ് വെൽനസ് പ്രോഗ്രാം വാങ്ങുകയോ പാക്കേജ് വാങ്ങുകയോ അല്ലെങ്കിൽ സർജറി എൻക്വയറി ഒക്കെ ചെയ്യാം. പിന്നെ അതിങ്ങനെ നിങ്ങൾക്കുള്ള കംപ്ലീറ്റ് ഫ്രീഡം ഉണ്ട് അത് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ അവിടെ എന്തെങ്കിലും സഹായം വേണമെങ്കിൽ നിങ്ങളെ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഏഞ്ചൽസ് ഉണ്ട്. ഓക്കെ. അവരോട് നിങ്ങൾക്ക് വിർച്വലായിട്ട് അറ്റൻഡ് ചെയ്തിട്ട് നിങ്ങളെ പ്രശ്നം മനസ്സിലാക്കിയിട്ട് വെൽ ട്രെയിൻഡ് ആയ ഏഞ്ചൽസ് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും അതിലൂടെ ചെയ്തു തരും. അത് വാട്സപ്പിലൂടെയോ ഫോണിലൂടെയോ നിങ്ങൾ വിളിച്ച് കോൺടാക്ട് ചെയ്ത് ചെയ്തു തരും. ഓക്കെ. നിങ്ങൾക്ക് ഒന്നെങ്കിൽ വെബ്സൈറ്റിലൂടെ ആക്സസ് ചെയ്യാം, മൊബൈൽ ആപ്പിലൂടെ ആക്സസ് ചെയ്യാം, അല്ലെങ്കിൽ ഫോൺ വിളിക്കാം, അല്ലെങ്കിൽ വാട്സപ്പിലൂടെ ആക്സസ് ചെയ്യാം എല്ലാ സർവീസസും. ഓക്കെ. വെബ്സൈറ്റിലേക്ക് തന്നെ അല്ലെങ്കിൽ മൊബൈൽ ആപ്പിൽ തന്നെ ചെയ്യണമെന്നില്ല. നമ്മളൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി. എന്നിട്ട് നിങ്ങളുടെ പ്രശ്നങ്ങൾ പറഞ്ഞാൽ മതി, ബാക്കി കാര്യങ്ങൾ നമ്മൾ വേണ്ട വിധത്തിൽ ചെയ്തു തരും. ഓക്കെ. അപ്പോൾ ആ സമയം മുതൽ ഷോപ്പ് ഡോക്ക് നമ്മുടെ കൂടെ ഉണ്ടാവും. നിങ്ങൾ മാക്സിമം നിങ്ങളുടെ അടുത്ത് നമ്മൾ സർവീസ് ചാർജ് വാങ്ങുന്നത് ഇങ്ങനെ ഈ ഫെസിലിറ്റേഷൻ സർവീസിന് 30 രൂപയാണ്. ഓ റിയലി? 30 രൂപയാണ്. ഓക്കെ. അതൊരു വൺ ടൈം ചാർജ് ആണ്? എങ്ങനെ? വൺ ടൈം. ഇപ്പൊ നിങ്ങൾ എന്താ പ്രശ്നം, നിങ്ങൾക്ക് ഓൺലൈനിലെല്ലാം ബുക്ക് ചെയ്യാൻ കാര്യങ്ങൾ നമ്മൾ ചാർജ് ചെയ്യുന്നില്ല. നിങ്ങൾ അഡീഷണൽ ഒരു പേഴ്സണൽ അസിസ്റ്റന്റ് സർവീസ് ഹ്യൂമൻ, അതായത് AI അല്ലാണ്ട് ഒരു ഹ്യൂമൻ വേണമെങ്കിൽ നമ്മൾ 30 rupees ആണ് ചാർജ് ചെയ്യുന്നത്. ഈ എന്താ പറയുക ഹെൽത്ത് കെയർ സ്പേസിൽ ഈ എന്താ പറയുക ഇത് ഡിജിറ്റലൈസ് ചെയ്യാന്ന് പറയുമ്പോൾ തന്നെ ഇതിന് പുറകിൽ ഒരുപാട് ടെക്നോളജി ഇൻവോൾവ് ആണല്ലോ. സോ ഷിയാബ്ക്ക് എങ്ങനെയാണ് അത് ആ ഒരു ടെക്നോളജി സ്പേസിൽ ബാക്ക്ഗ്രൗണ്ട്? ഞാൻ പഠിച്ചത് മാത്സ്, ഇലക്ട്രോണിക്സ്, ഫിസിക്സ് ആണ്. അങ്ങനെ ഒരു ചെറിയ ആ സമയത്തുള്ള ഇലക്ട്രോണിക്സ് ഞാൻ പഠിക്കുന്ന സമയത്ത് ഒരുപാട് ഇലക്ട്രോണിക് പ്രോഡക്റ്റ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. വാക്കി ടോക്കി, റേഡിയോ, ആ സമയത്തൊക്കെ. ഓക്കെ. ഇലക്ട്രോണിക്സ് ആ സമയത്ത് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. പക്ഷേ ഞാൻ കോഡിങ്ങിൽ അത്ര സ്മാർട്ടൊന്നും അല്ല. അപ്പോൾ എൻ്റെ ബ്രദറായിരുന്നു തുടക്കത്തിൽ ഫൗണ്ടിങ് സമയത്ത്, ഹി വാസ് വൺ ഓഫ് ദ കോ ഫൗണ്ടേഴ്സ്. അപ്പം അദ്ദേഹമാണ് നമ്മളെ എഞ്ചിനീയറിംഗ് ടീം കംപ്ലീറ്റ് മാനേജ് ചെയ്തത്. ഓക്കെ. ടീം അദ്ദേഹത്തിൻ്റെ അണ്ടറിലുള്ള ടീമാണ്, നമ്മളെ ഇൻഹൗസ് ടീമാണ് ഈ പ്ലാറ്റ്ഫോം കംപ്ലീറ്റ് ബിൽഡ് ചെയ്തത്. പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു വെബ്സൈറ്റ് മാത്രമല്ല, എൻ്റെ എൻജിൻ ടു process thousands of doctors' requests and patients, hundreds of thousands of patients' requests at the same time. അങ്ങനത്തെ ഒരു വലിയൊരു പ്ലാറ്റ്ഫോമാണത്. അതിനകത്ത് ഇപ്പോൾ ഒരു പേഷ്യൻ്റെ ഡേറ്റ, ഇപ്പം ഞാൻ വന്നു, എൻ്റെ ഒരു ഹിസ്റ്ററി ഉണ്ടാവില്ല, അപ്പം ഞാൻ കാണിച്ചു, അത്തരം ഡീറ്റെയിൽസ് പിന്നീട് ഞാൻ വരുമ്പോൾ എനിക്കത് അവൈലബിൾ ആയിരിക്കും? നിങ്ങൾക്ക് എല്ലാം ആക്സസ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് അവിടെ കാണുന്നില്ലെങ്കിൽ നമ്മൾ റിക്വസ്റ്റ് ചെയ്താൽ ബാക്കി ഇൻഫർമേഷൻ നമ്മൾ തരും. സോ നമ്മൾ ഒരു മെഡിക്കൽ ഹിസ്റ്ററി ആക്ച്വലി ഇനിയിപ്പം ഇന്ത്യയിൽ ആയുഷ്മാൻ ഭാരത് ഡിജിറ്റൽ മിഷൻ്റെ അണ്ടറിൽ ആബ എന്ന് പറഞ്ഞാൽ ആയുഷ്മാൻ ഭാരത് ഹെൽത്ത് ID എന്ന് പറഞ്ഞിട്ടൊരു സംഭവം വരുന്നുണ്ട്. അതായത് ആധാർ കാർഡ് പോലെ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും പ്രൈവറ്റ് ഹോസ്പിറ്റലിലും പബ്ലിക് ഹോസ്പിറ്റലിലും, ഗവൺമെൻറ് ഹോസ്പിറ്റലിലും ചെയ്യുന്ന എല്ലാ ട്രാൻസാക്ഷൻ്റെയും പ്രിസ്ക്രിപ്ഷൻ അടക്കം, ഏത് മെഡിസിൻ വാങ്ങിയിട്ടുണ്ട്, എന്ത് രോഗമാണ്, ഡയഗ്നോസ്റ്റിക്സ് എന്താണെന്നുള്ള ഈ ഇൻഫർമേഷനെല്ലാം എക്സ്ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ആയുഷ്മാൻ ഭാരതിൻ്റെ ഒരു
പ്രോഗ്രാം വന്നിട്ടുണ്ട്, ആധാർ കാർഡ് പോലെ ഒരാൾക്ക് ഒരു ഹെൽത്ത് ഐ ഡി ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ. അപ്പോൾ ഇതിനൊക്കെ സജ്ജാക്കാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റലിനെ, ക്ലിനിക്കുകളെ, ലാബുകളെ ലൂഡ് ചെയ്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്രത്യേക സോഫ്റ്റ്വെയർ ഗവൺമെൻറ് റോൾ ഔട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ. ഐ മീൻ ഗവൺമെൻറ് എല്ലാ സോഫ്റ്റ്വെയർ ഉണ്ടാക്കുന്നത് പ്രൈവറ്റ് കമ്പനിയാണ്, പക്ഷേ അതിൻ്റെ റെഗുലേഷൻ ചെയ്തത് ഗവൺമെൻറ്റിൻ്റെ നാഷണൽ ഹെൽത്ത് അതോറിറ്റിയാണ്. അപ്പോൾ ഈ കംപ്ലൈൻ്റ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ആദ്യം ഇന്ത്യയിൽ റോൾ ഔട്ട് ചെയ്യുന്ന 4 സംസ്ഥാനങ്ങളിലാണ്. കേരളം അതിലൊരു സംസ്ഥാനമാണ്. അപ്പോൾ കേരളത്തിൽ ഇത് റോൾ ഔട്ട് ചെയ്യാനുള്ള സിസ്റ്റം ഇൻ്റഗ്രേറ്റ് ആണ് ഷോപ്പ് ടോക്ക്. വളരെ കുറഞ്ഞ കമ്പനികൾക്ക് ഇത് ഇംപ്ലിമെൻ്റ് ചെയ്യാനുള്ള അപ്പോയിൻമെൻറ്റ് ചെയ്തിട്ടുള്ളൂ നാഷണൽ ഹെൽത്ത് അതോറിറ്റി. ഷോപ്പ് ടോക്ക് അതിലൊരു കമ്പനിയാണ്. അപ്പോൾ അടുത്താണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ നടന്നത്. എന്താണ് ഫ്യൂച്ചർ വിഷൻ? എന്താണ് ഷോപ്പ് ഡോക്കിനെ സംബന്ധിച്ച്? ഇപ്പോൾ ഷിഹാബ് ദുബായിലാണുള്ളത്. സോ നൗ ഐ ആർ യു ബാക്ക് ഇൻ ദുബായ്? ദുബായിൽ ഷോപ്പ് ഡോക്കിൻ്റെ എന്തെങ്കിലും വരുന്നുണ്ടോ? എന്നാ ഷോപ്പ് ഡോക്ക് 2 വർഷം മുമ്പേ ദുബായിൽ ഉണ്ടായിരുന്നു, പക്ഷേ ഒരു കൺസ്യൂമർ ഫേസിംഗ് ആയിട്ടുള്ള ഒന്നും റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ആ സമയത്ത് നമ്മൾ 2 വർഷം നമ്മൾ തുടക്കത്തിൽ മെറ്റവേഴ്സിൻ്റെ ഒരു ഹെൽത്ത് കെയർ സിറ്റി ഇൻ മെറ്റവേഴ്സ്, വേൾഡ്സ് ഫസ്റ്റ് ഹെൽത്ത് കെയർ ക്ലിനിക് ഇൻ മെറ്റവേഴ്സ് ഫോർ സ്കൂൾസ്, അതൊക്കെ നമ്മളിവിടെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങനത്തെ കുറച്ച് യുണീക്കായിട്ടുള്ള കുറച്ച് പ്രോഡക്റ്റ്സ് ഒക്കെ നമ്മൾ അതിൻ്റെ പ്രോട്ടോടൈപ്പ് ബിൽഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മളൊന്നും അത് പബ്ലിക്കിന് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇപ്പം ഷോപ്പ് ടോക്ക് തിരിച്ച് വീണ്ടും ദുബായിൽ നമ്മൾ ഇന്ത്യയിൽ എങ്ങനെയാണ് സർവീസ് കൊടുക്കുന്നത്, ഹെൽത്ത് കെയർ സർവീസസ്, എല്ലാതരം ഹെൽത്ത് കെയർ സർവീസസും അതുപോലെ തന്നെ ദുബായിൽ UAE ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പം ഇവിടെ വന്നിട്ടുള്ളത്. ഓക്കെ. ഇപ്പോൾ ഓപ്പറേഷനിലാണോ ഇവിടെ? ഇപ്പോൾ ഓപ്പറേഷനിലാണ്. പ്ലാറ്റ്ഫോം ജനുവരി 1st വീക്കിൽ ലൈവ് ആവും പബ്ലിക്കിന്. ഓക്കെ. നെക്സ്റ്റ് ഇയർ അതിന്റെ വർക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഐ മീൻ ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ റെഡി. ബാക്കി ഇവിടുത്തെ ഹോസ്പിറ്റൽസും ക്ലിനിക്കും ആയിട്ടുള്ള പാർട്ട്ണർഷിപ്പിനുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മെറ്റവേഴ്സ് എന്ന് അറിയാലോ. മെറ്റവേഴ്സ് എന്ന് പറയുമ്പോൾ ഒരു 3 ഡയമെൻഷണൽ എന്താ പറയേണ്ടത് എക്സ്റ്റൻഡ് റിയാലിറ്റി ഒരു കോൺസെപ്റ്റാണ്. ഇപ്പം സാധാരണ ഒരു വെബ്സൈറ്റിൽ മൊബൈൽ ആപ്പിലൂടെ ഹോസ്പിറ്റൽ ഡോക്ടറൊക്കെ ഒരു 2 ഡയമെൻഷനിലാണ് കാണുന്നത്. നമ്മുടെ മെറ്റവേഴ്സ് പ്ലാറ്റ്ഫോമിൽ ആ ഹെഡ്സെറ്റ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ആ ഹോസ്പിറ്റലിൽ ഇരിക്കുന്നതായിട്ട് ഫീൽ ചെയ്യും. ഓക്കെ. അങ്ങനത്തെ ഒരു പ്ലാറ്റ്ഫോം നമ്മൾ ബിൽഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് എന്നിട്ട് നമ്മൾ പബ്ലിക്കിന് റിലീസ് ചെയ്തിട്ടില്ല, കാരണം അഡോപ്ഷൻ കുറവായിരിക്കും, പിന്നെ റെഗുലേഷൻ ഒരുപാടുണ്ട്. അപ്പോൾ അത് നമ്മൾ ആ പ്രൊജക്റ്റ് ഹോൾഡ് ചെയ്തു. പിന്നെ മെറ്റവേഴ്സ് ഡീഹൈപ്പ് ആയല്ലോ. ഓക്കെ. ദുബായ് മെറ്റവേഴ്സ് അസംബ്ലി വന്നേരം വലിയൊരു ഹൈപ്പ് ഉണ്ടായിരുന്നു. ആ സമയത്താണ് നമ്മൾ ആ പ്രൊജക്റ്റ് അനൗൺസ് ചെയ്തിട്ട് അതിൻ്റെ പ്രൊഡക്ഷനൊക്കെ തുടങ്ങിയത്, അതിൻ്റെ ഡെവലപ്മെൻ്റ് ഒക്കെ തുടങ്ങിയത്. അപ്പോൾ അതിൻ്റെ പ്രോട്ടോടൈപ്പ് റെഡി ആയിട്ട് നമ്മൾ ടെസ്റ്റിംഗ് ചെയ്യുമ്പോഴത്തേക്ക് മാർക്കറ്റ് ഡിഫറെൻറ്റ് ഡൈനാമിക്കായി. അത് AI വന്നു, AIക്ക് കൂടുതൽ ഹൈപ്പ് കിട്ടി. അപ്പോൾ നമ്മളത് പോസ് ചെയ്തു. അപ്പോൾ നമ്മൾ വെബ് ആൻഡ് മൊബൈൽ പ്ലാറ്റ്ഫോം തന്നെ ഇവിടെ ഇറക്കാം, മെറ്റവേഴ്സ് ഇപ്പോൾ വേണ്ടാന്ന് പറഞ്ഞിട്ട് ഇപ്പം അതാണ് ജനുവരി 1st വീക്ക് 2025 ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. ഓക്കെ. AI ഒരു തരത്തിൽ ഇൻറ്റഗ്രേറ്റഡ് ആണ് ഈ ഷോപ്പ് ടോക്കിൽ. ഓൾറെഡി AI ടൂൾ ഉണ്ട്, MAC-H എന്ന് പറഞ്ഞിട്ട് കൺവെർസേഷനിൽ AI ഉണ്ട്. അതായത് നിങ്ങൾക്ക് സംസാരിച്ചിട്ട് നിങ്ങളെ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് അതിനുള്ള സപ്പോർട്ട്. അതായത് ഏഞ്ചൽ എന്ന് പറഞ്ഞ ഒരു ഹ്യൂമൻ സർവീസ് കൊടുക്കുന്നില്ല, അതിൻ്റെ തന്നെ ഒരു AI വെർഷൻ കൊടുക്കുന്നുണ്ട്. ഞാൻ വേറൊരു പോഡ്കാസ്റ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഷോപ്പ് ടോക്ക് എന്ന് പറയുന്നത് ഇപ്പം എന്നെ പല സുഹൃത്തുക്കളും അല്ലെങ്കിൽ ബന്ധുക്കളും നാട്ടുകാരും വിളിച്ചിട്ട് ഹെൽത്ത് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്, ഹെൽത്ത് റിലേറ്റഡ് സർവീസിന് ആവശ്യപ്പെടുന്നത് എനിക്ക് ഫോണിലൂടെ 3-4 ആൾക്കാരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. ഷോപ്പ് ടോക്ക് എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോം 10,000 കണക്കിന് ചെയ്യാൻ പറ്റും. അതാണ് ഷോപ്പ് ടോക്ക് എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോം. ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ വളരെ എൻലാർജ് ആയിട്ട് മാക്സിമം ജനങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഷോപ്പ് ടോക്ക് എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോം ആക്കി. അതിൻ്റെ എഫിഷ്യൻസി കൂട്ടാൻ വേണ്ടിയിട്ടും അതിനും വളരെ അതിൻ്റെ സർവീസ് ഡെലിവറിക്ക് ഇമ്പ്രൂവ് ആക്കാൻ വേണ്ടിയിട്ട് MAC-H എന്ന് പറഞ്ഞിട്ട് ഒരു AI നമ്മൾ ബിൽഡ് ചെയ്തിട്ട് അത് ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിന് വിപുലീകരിച്ചിട്ട് വളരെ അഡ്വാൻസ്ഡ് AI ആയിട്ട് നമ്മൾ TCS ആയിട്ട് ഇപ്പോൾ പാർട്ണർഷിപ്പ് ഉണ്ട്. ടാറ്റ കൺസൾട്ടൻസി ആയിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ട് അത് റേഡിയോളജിയിലും ഡെർമറ്റോളജിയിലും ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ള POC അതിൻ്റെ പ്രോട്ടോടൈപ്പൊക്കെ ഇപ്പോൾ റോൾ ഔട്ട് ചെയ്യും. ഇവിടുത്തെ ഹോസ്പിറ്റലിലും കേരളത്തിലെ ഹോസ്പിറ്റലിലും ഇന്ത്യയിലെ മറ്റുള്ള ഹോസ്പിറ്റലിലും. എന്താ ചെയ്യാന്ന് വെച്ചാൽ ഇപ്പോൾ റേഡിയോളജിസ്റ്റ് പറയുന്ന ഇതുണ്ടല്ലോ, ടെസ്റ്റ്, ഇമേജിങ്, സ്കാനിങ് ഒക്കെ ചെയ്തിട്ട് നമ്മുടെ AI വെച്ചിട്ട് അതിനെ മോർ ആക്യുറേറ്റ് ഫൈൻഡിങ് നമ്മുടെ AI തരും. അതുപോലെ തന്നെ ഡെർമറ്റോളജിയിലും. ഇത് നമ്മൾ ഫസ്റ്റ് പൈലറ്റ് റണ്ണിങ് ഇപ്പോൾ അടുത്ത് തന്നെ തുടങ്ങുന്നതായിരിക്കുകയാണ്. TCS ആണ് നമ്മൾ പാർട്ണർ ചെയ്തിട്ടുള്ളത്. അവരുടെ
ഫൗണ്ടേഷൻ മോഡലും അവരുടെ ഇൻഫ്രാസ്ട്രക്ചർ ഉപയോഗിച്ചിട്ട് നമ്മളാണ് ഇത് ചെയ്യുന്നത്. അപ്പം ഷോപ്പ് ഡോക്കിൻ്റെ ഒരു പ്രൊഡക്റ്റായിരുന്നു, പക്ഷേ TCS ബാക്കിങ്. വാട്ട് ഇസ് നെക്സ്റ്റ് ഫോർ ഷോപ്പ് ഡോഗ്? ഷോപ്പ് ഡോക്കിൻ്റെ നമ്മുടെ വിഷൻ തന്നെ ടു ബിക്കം വൺ ഓഫ് ദ ലാർജസ്റ്റ് ഡിജിറ്റൽ ഹെൽത്ത് പ്ലാറ്റ്ഫോം ഇൻ ദ വേൾഡ്, സെർവിങ് ബില്യൺസ് ഓഫ് പീപ്പിൾ വിത്ത് ഫിസിക്കൽ, മെൻ്റൽ ആൻഡ് ഇമോഷണൽ ഹെൽത്ത്. ദുബായിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ 4 കീ വെർട്ടിക്കൽസ് ആണ് ജനുവരി മുതൽ ലോഞ്ച് ചെയ്യുന്നത്. ഒന്ന് ലൈഫ് സ്റ്റൈൽ ട്രാൻസ്ഫോർമേഷൻ, ലൈഫ് സ്റ്റൈൽ ഡിസീസ്, ഡയബറ്റീസ്, ഒബീസിറ്റി, ഹൈപ്പർ ടെൻഷൻ, കാർഡിയോവാസ്കുലർ ഡിസീസ്, ഈ വക ജീവിതശൈലി രോഗങ്ങളായിട്ട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ആൾക്കാരെ മെഡിസിൻ ഇല്ലാതെ ലൈഫ് സ്റ്റൈൽ മോഡിഫൈ ചെയ്തിട്ട് അവർ ആ പ്രശ്നങ്ങൾ റിവേഴ്സ് ചെയ്യുക അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യുക. അതിന് ലൈഫ് സ്റ്റൈൽ ട്രാൻസ്ഫോർമേഷൻ വെർട്ടിക്കൽ. രണ്ടാമത്തത് മെൻ്റൽ ഹെൽത്ത് സപ്പോർട്ട്, കോംപ്രിഹെൻസീവ് ആയിട്ടില്ല, മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂ ഇല്ല, മെൻ്റൽ ഹെൽത്ത് അല്ലെങ്കിൽ ഇമോഷണൽ ഹെൽത്ത് ഇഷ്യൂ ഉള്ളവർക്കുള്ള കൗൺസിലിംഗ്, തെറാപ്പി സർവീസ് കൊടുക്കുന്ന ഒരു വെർട്ടിക്കൽ. മൂന്നാമത്തത് ഗ്ലോബൽ മെഡിക്കൽ ടൂറിസം ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന, അതായത് UAE ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ട്രീറ്റ്മെൻറ്റിനിടെ വരുന്നുണ്ടെങ്കിൽ അതിനുള്ള എല്ലാ ഫെസിലിറ്റിയും ചെയ്തു കൊടുക്കുന്നു. അല്ലെങ്കിൽ UAE വിദേശത്ത് അല്ലെങ്കിൽ വേറെ എവിടെ പോയിട്ട് ട്രീറ്റ് ചെയ്യാൻ, ഇന്ത്യയിലേക്കാണെങ്കിൽ പോലും, അല്ലെങ്കിൽ യൂറോപ്പിലാണെങ്കിൽ അമേരിക്കയിലാണ്, തുർക്കിയിലാണ്, തായ്ലൻഡിലാണ് ട്രീറ്റ്മെൻറ്റിന് പോകാനുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നത്. അതിനൊരു മെഡെക്സ് എന്ന് പറഞ്ഞൊരു സെഗ്മെൻറ്റാണ് നമ്മൾ. അത് നമ്മൾ മാസ്റ്റർ കാർഡായിട്ടാണ് കൊളാബറേറ്റ് ചെയ്തിട്ട് കുറേ അതിൻ്റെ കാർഡ്സൊക്കെ ഇറക്കുന്നുണ്ട്. അത് ഫസ്റ്റ് ക്വാർട്ടർ 2025 ലോഞ്ച് ആവും. പിന്നെ ഉള്ളത് ഏഞ്ചൽ കെയർ ഗിവിംഗ് ആണ്. അതായത് ഇവിടെയുള്ള ആൾക്കാർക്ക് അവരുടെ നാട്ടിലുള്ള ഫാമിലി മെമ്പേഴ്സിന് എന്തെങ്കിലും ആരോഗ്യപരമായ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ വേണ്ടി നമ്മളിലൂടെ നമ്മളെ കെയർ ഗിവേഴ്സ് അവർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനും അവരുടെ മെഡിക്കൽ റിലേറ്റഡ് നോക്കാൻ വേണ്ടിയിട്ടുള്ള സർവീസ് നമ്മൾ ഇവിടുന്ന് കൊടുക്കും. അതിൻ്റെ നമ്മുടെ ഏഞ്ചൽസ് അവിടെ കൈകാര്യം ചെയ്യും. അപ്പം നിങ്ങൾ നാട്ടിൽ ആർക്കെങ്കിലും ഒന്ന് അസുഖം പിടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ബേജാറാണ്ട് നമ്മളിവിടെ സമീപിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ എല്ലാ ടേക്ക് കെയർ ചെയ്യും നാട്ടിൽ നിന്ന് ചെയ്യും. നമ്മൾ കെയർ ഗിവേഴ്സ് അത് ചെയ്യും. അങ്ങനെ ഈ 4 വെർട്ടിക്കൽസാണ് നമ്മൾ 2025 ജാനുവരിയിൽ ഇവിടെ UAE ലോഞ്ച് ചെയ്യുന്നത്. പിന്നെ ഗ്രാജുവലി UAE കൂടാതെ സൗദി, മറ്റുള്ള ഗൾഫ് മാർക്കറ്റിലേക്ക് നമ്മൾ എക്സ്പാൻഡ് ചെയ്യുക. അതാണ് നമ്മളെ ഇവിടുത്തെ ഈ റീജിയനിലെ വിഷൻ. ഓവറോൾ വിഷൻ എന്ന് വെച്ചാൽ ടു ബിക്കം ദ ലാർജസ്റ്റ് ഡിജിറ്റൽ ഹെൽത്ത് പ്ലാറ്റ്ഫോം, വൺ ഓഫ് ദ ലാർജസ്റ്റ് ഡിജിറ്റൽ ഹെൽത്ത് പ്ലാറ്റ്ഫോം ഇൻ ദ വേൾഡ്. അപ്പം ബില്യൺസ് ഓഫ് പീപ്പിൾ നമുക്ക് സെർവ് ചെയ്യാൻ പറ്റുമല്ലോ. അവരുടെ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ഹെൽത്ത്, വെൽനെസ്, മെഡിക്കൽ, ഫിറ്റ്നസ്, ഈ റിലേറ്റഡ് കാര്യങ്ങളിലുള്ള പ്രശ്നങ്ങളെ പരിഹരിക്കാൻ ഉള്ള ഒരു കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള പ്ലാറ്റ്ഫോം. സോ ഒരു സ്റ്റാർട്ടപ്പ് ബിൽഡ് ചെയ്യാന്ന് പറഞ്ഞാൽ തന്നെ ഇറ്റ് ടേക്സ് എ ലോട്ട് ഓഫ് എനർജി, ഒരുപാട് ഒരു സ്ട്രഗിളാണ് അത്. സോ അത് തന്നെ ഹെൽത്ത് കെയർ സ്പേസിൽ ഇറ്റ് ഈസ് റിയലി ഡിഫിക്കൽട്ട്. സോ എല്ലാ വെഞ്ചേഴ്സും ഡിഫിക്കൽട്ടാണ്. ഹെൽത്ത് കെയർ പ്രത്യേകിച്ച് ഡിഫിക്കൽട്ടാണ് 2 കാരണം കൊണ്ട്. ഒന്ന്, ഹൈലി റെഗുലേറ്റഡ് ആണ്. എന്ത് ചെയ്യുമ്പം അത്ര റെഗുലേഷൻ ഉണ്ട് ഗവൺമെൻറ്റിൻ്റെയും മെഡിക്കൽ റിലേറ്റഡ് ആയതുകൊണ്ട്. രണ്ടാമതെന്ന് വെച്ചാൽ ഈ ഹെൽത്ത് കെയറിൽ ട്രസ്റ്റ് ബിൽഡ് ചെയ്യാന്ന് വെച്ചാൽ ഭയങ്കര ഡിഫിക്കൽട്ടാണ്. ഇറ്റ്സ് നോട്ട് ഈസി. ജനങ്ങൾ എന്തുകൊണ്ട് ആ ഹോസ്പിറ്റലിലേക്ക് പോകുന്നത് കാരണം എന്ന് വെച്ചാൽ അവരുടെ ജീവിതമാണ് അവർ ട്രസ്റ്റ് ചെയ്യുന്നത്. അത്ര ഇപ്പോൾ ഒരു ഡ്രസ്സിൻ്റെ ഷോപ്പിലേക്കോ അല്ലെങ്കിൽ ജ്വല്ലറിയിലോ അല്ലെങ്കിൽ അവിടെ പോയിട്ട് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പ്രോഡക്റ്റ്സ് നിങ്ങൾ വാങ്ങുന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് ഡിസിഷൻ എടുക്കാൻ പറ്റും. മെഡിക്കലാകുമ്പം അവരുടെ ജീവിതം വെച്ചിട്ടുള്ള കളിയല്ല. അപ്പോൾ ആ ട്രസ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം ഏറ്റവും ഉള്ള UAE ഇപ്പോൾ ആസ്റ്റർ, ആസ്റ്റർ എന്ന് പറഞ്ഞാൽ ആ പേരുള്ളത് കൊണ്ട് അതിലുള്ള വിശ്വാസം ഉള്ളത് കൊണ്ടാണ് ജനങ്ങൾ പോകുന്നത്. ഇപ്പോൾ ആസ്റ്റർ ഇവിടെ ഒരു ഹോസ്പിറ്റൽ എടുത്താൽ ചില ആ ഹോസ്പിറ്റൽ ആസ്റ്റർ അല്ല ഓൺ ചെയ്യുന്നത്, ചിലവർ റെൻ്റ് ചെയ്യുന്നതായിരിക്കും. അവിടെ ആ സൈൻ ബോർഡ് ആസ്റ്റർ എന്ന് കണ്ട് അതിലുള്ള ആസ്റ്റർ എന്ന് പറഞ്ഞ ബ്രാൻഡിനോടുള്ള ജനങ്ങളുള്ള ട്രസ്റ്റ്, ആസ്റ്റർ എന്ന് പറഞ്ഞ ബ്രാൻഡിനുള്ള ആ കമ്പനിക്കുള്ള കാപ്പബിലിറ്റി, പിന്നെ അവരുടെ ഹിസ്റ്ററി, അവരുടെ ട്രാക്ക് റെക്കോർഡ്, ഇതെല്ലാം കൊണ്ടാണ്. അപ്പോൾ ആ ബ്രാൻഡ് ആ ട്രസ്റ്റ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഹെൽത്ത് കെയറിൽ. അത് ബിൽഡ് ചെയ്യാന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ അതിലൊരു ലോങ് വെരി ഡിഫിക്കൽട്ട് ജേർണി. ഓക്കെ. ആൻഡ് ഷോപ്പ് ഡോഗ് ഇസ് ഓൾറെഡി ഡൂയിങ് സംതിങ് യുണീക്ക് ആൻഡ് അതൊരു ലോങ് ടേം വിഷനോടുകൂടി ഒരു ഇമ്പാക്റ്റ്, ആസ് യു ഓൾറെഡി സെഡ്, ഇപ്പോൾ ഏത് റൂട്ടിലേക്കും ഷാപ്കയ്ക്ക് പോകാമായിരുന്നു. യു ഹവ് ബീൻ ഇൻ ഫാഷൻ, യു ഹവ് ബീൻ ഇൻ അതർ ബിസിനസ്സസ്, കൺസൾട്ടിംഗ്. ഓക്കെ. But you chose this specifically because you identify yourself as a social entrepreneur. എന്ന് വെച്ചാൽ ഷോപ്പ് ഡോക്കിൽ ഇൻവെസ്റ്റ് ചെയ്ത ആ ഫണ്ട് വേറൊരു ബിസിനസ്സിലേക്ക്, ഒരു ട്രേഡിൽ ഇൻവെസ്റ്റ് ചെയ്താൽ വളരെ ഹൈ റിട്ടേൺസ് ഉള്ള വളരെ പ്രോഫിറ്റബിൾ ആയിട്ടുള്ള എന്തെങ്കിലും
ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്, റിലേറ്റീവ്ലി ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഹെൽത്ത് കെയർ ഉള്ളത് കൊണ്ട് ഇപ്പം ഞാനിപ്പോൾ ഒരു ഗോൾഡ് ബിസിനസ് ഞാൻ ചെയ്ത് കഴിഞ്ഞാൽ എനിക്കും എൻ്റെ ഏറ്റവും അടുത്ത ആൾക്കാർക്ക് മാത്രമല്ല അതിൻ്റെ ഗുണങ്ങൾ കിട്ടുന്നുള്ളൂ. അപ്പം ഞാൻ അതിനോട് നല്ല കമേഴ്ഷ്യലി സക്സസ്ഫുൾ ആയിരുന്നെങ്കിൽ ഹെൽത്ത് കെയറുകളിൽ നമ്മുടെ ഈ ഓർഗനൈസേഷൻ, ഈ കമ്പനി സ്കെയിൽ ചെയ്തിട്ട് വലിയൊരു കമ്പനിയായി മാറിയാൽ ഒരുപാട് പേർക്കുള്ള സർവീസസ് ആണ് ഡെലിവർ ചെയ്യുന്നത്, എസ്പെഷ്യലി ഹെൽത്ത് കെയർ. അപ്പോൾ ഇമ്പാക്റ്റ് ഭയങ്കരമാണ്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ തുടക്കത്തിൽ ഹെൽത്ത് കെയർ നോൺ പ്രോഫിറ്റ് ഒരു ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ഭാഗം ഉണ്ടായിരുന്നു. അപ്പോൾ അതിനുള്ള ഒരുപാട് ലിമിറ്റേഷൻ എന്ന് വെച്ചാൽ അത് കൊമേഴ്ഷ്യൽ ഇതല്ല, ഫോർ പ്രോഫിറ്റ് അല്ല, നോൺ പ്രോഫിറ്റ് ആണ്, ഡിപ്പെൻഡൻ്റ് ആണ്, ആരെ ഡൊണേഷന് ഡിപ്പെൻഡൻ്റ് ആണ്. അപ്പോൾ അതിൽ എത്ര ഇമ്പാക്റ്റ് ഉണ്ടാവും? ഒരു വർഷം 20 പേർക്കോ 30 പേർക്കേ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. ഷോപ്പ് ടോക്ക് എന്ന് വെച്ചാൽ ഒരു കമേഴ്ഷ്യൽ എൻറ്റിറ്റിയാണ്, കമേഴ്ഷ്യൽ എൻ്റർപ്രൈസ് ആണ്. ഓക്കെ, ഹെൽത്ത് കെയറിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് അത് അട്രാക്ട് ചെയ്ത് ആ ഫണ്ട് കൊണ്ട് 20 പേർക്കല്ല 10,000 കണക്കിനാണ് സർവീസ് ഡെലിവറി ആകുന്നത്, ക്വാളിറ്റി സർവീസ്. അപ്പം ഇത് ഹെൽത്ത് കെയർ ആസ് എ ബിസിനസ് ആണെങ്കിൽ പോലും ഇമ്പാക്റ്റ് മെഷർ ചെയ്യുകയാണെങ്കിൽ ഇതാണ് കൂടുതൽ ഇമ്പാക്റ്റ്. ഈ നോൺ പ്രോഫിറ്റ് ചാരിറ്റബിൾ ട്രസ്റ്റ് അല്ല ഇമ്പാക്റ്റ്, ഹെൽത്ത് കെയർ ബിസിനസ്സാണ് ഇമ്പാക്റ്റ് വരുന്നത്. ആൾക്കാർ വിചാരിക്കും ഈ ചാരിറ്റബിൾ ട്രസ്റ്റ് ആണ് ഏറ്റവും കൂടുതൽ ഇമ്പാക്റ്റ്. അല്ല, അതിനൊരു ഭയങ്കര ലിമിറ്റേഷൻ ഉണ്ട്. നമ്മൾ ഈ ക്യാപിറ്റൽ നന്നായിട്ട് അലോക്കേറ്റ് ചെയ്തിട്ട് ഇമ്പാക്റ്റ് ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്, എംപ്ലോയ്മെൻറ്റ് ജനറേറ്റ് ചെയ്യുന്ന ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ രണ്ട് ഡിഫറൻസ് ഉണ്ട്. ഞാൻ ഹെൽത്ത് കെയർ ഫോർ നോൺ പ്രോഫിറ്റിലുണ്ടായിട്ടുണ്ട്, ഹെൽത്ത് കെയർ പ്രോഫിറ്റിലുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതെന്തുകൊണ്ട് ഈ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുന്ന അതിൻ്റെ സസ്റ്റൈനബിലിറ്റിക്ക് വേണ്ടിയിട്ടാണ്. മനസ്സിലായില്ലേ? സസ്റ്റൈനബിലിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് കുറേ പേർക്ക് ജോലി കൊടുക്കണം, അവരുടെ കുടുംബങ്ങൾ അതിൽ ഡിപ്പെൻഡൻ്റ് ആണ്. ഈ സർവീസിൻ്റെ ക്വാളിറ്റി കൂട്ടണമെങ്കിൽ അതിനൊരു കോസ്റ്റ് ഉണ്ട്, ഈ ബിസിനസ് റൺ ചെയ്യാനുള്ളൊരു കോസ്റ്റ് ഉണ്ട്. ഓക്കെ, അതെല്ലാം എങ്ങനെയാണ്? അതിലേക്ക് ക്യാപിറ്റൽ അട്രാക്റ്റ് ചെയ്യണം. ആൾക്കാർ പൈസ ഇടുമ്പം ഒരു ഇൻവെസ്റ്ററിനെ സംബന്ധിച്ചിടത്തോളം എന്തിനാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്? ഇൻവെസ്റ്റ് ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ ഇൻവെസ്റ്റഡ് എമൗണ്ടിന് മാക്സിമം റിട്ടേൺസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതാണ് ഒരു ഇൻവെസ്റ്ററിൻ്റെ മൈൻഡ് സെറ്റ്. ഒരു എൻ്റർപ്രണറുടെ മൈൻഡ് സെറ്റ് വേറെയാണ്. ദർ ഇസ് എ ഡിഫറൻസ്. എൻ്റർപ്രണർ മാക്സിമം ജനങ്ങളുടെ പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള മൈൻഡ് സെറ്റാണ് ഉണ്ടാക്കുക. ഓക്കെ, ഒരു ഇൻവെസ്റ്ററിൻ്റെ മൈൻഡ് സെറ്റ് ഉണ്ടാക്കി ഇട്ട ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ മാക്സിമം റിട്ടേൺസ് കൊണ്ടുവരിക എന്നുള്ളത്. ഇപ്പോൾ ഇത് രണ്ടും കൺവേർജ് ചെയ്തിട്ട് ആയിരിക്കണം നമ്മുടെ ഹെൽത്ത് കെയർ ബിസിനസിൻ്റെ സ്കെയിലിങ്ങും ഇതൊക്കെ നടക്കുന്നത്. ഓക്കെ, ഇപ്പം നമ്മൾ ഓൺടർപ്രണേഴ്സിന് ഒരു അപ്കമിങ് ഓൺടർപ്രണേഴ്സിന് എന്താണ് ഷിയാബ്ക്ക് പറയാനുള്ള ഒരു മെസ്സേജ്? വാട്ട് വുഡ് ബി ദ മെസ്സേജ്? ഞാനൊരു അപ്കമിങ് എൻ്റർപ്രണർ, ഐ ആം നോട്ട് എ എസ്റ്റാബ്ലിഷ് എൻ്റർപ്രണർ, ഐ ആം സ്റ്റിൽ ബഡിങ്. ഐ മീൻ ഞാൻ പറഞ്ഞില്ല, ഒരാൾ ഇൻസ്റ്റഗ്രാമിൽ ഇന്നലെ DM ചെയ്തു എനിക്ക് എൻ്റർപ്രണർ ആണെന്ന്. എൻ്റർപ്രണർ ആകുമ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് എൻ്റർപ്രണർഷിപ്പ് എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഡിഫൈൻ ചെയ്യുന്നത് കുറേ ജനങ്ങൾക്ക് ആവശ്യമുള്ള എന്തെങ്കിലും പ്രൊഡക്റ്റോ സർവീസോ ക്രിയേറ്റ് ചെയ്യുക, ബിൽഡ് ചെയ്യുക, അതിലൂടെ അവരുടെ പ്രശ്നങ്ങൾ അത് വലുതോ ചെറുതോ ആയിക്കോട്ടെ സോൾവ് ചെയ്യുക. ഇതാണ് എൻ്റർപ്രണർഷിപ്പ് എന്നെ സംബന്ധിച്ചിടത്തോളം. കേരളത്തിൽ ഹിസ്റ്റോറിക്കലി എൻ്റർപ്രണേഴ്സിനോട് ഒരു പുച്ഛമാണ് ചില ആൾക്കാർക്ക്, പിന്നെ കൂടുതൽ പേർക്കും അതൊരു മൈൻഡ് സെറ്റ്. അതായത് മുതലാളിമാർ ഭീകരന്മാരാണ്, ചൂഷണം ചെയ്യുന്ന ആൾക്കാരാണ്. ആ മൈൻഡ് സെറ്റ് ഗ്രാജുവലി മാറുന്നുണ്ട്, പക്ഷെ പൂർണ്ണമായിട്ട് മാറിയിട്ടില്ല. അപ്പോൾ ഈ മുതലാളിമാർ ഉള്ളത് കൊണ്ടാണ് ആ എംപ്ലോയ്മെന്റ് ക്രിയേറ്റ് ആകുന്നത്, നാട്ടിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നൊന്നും ആൾക്കാർ മനസ്സിലാകുന്നില്ല. അപ്പോൾ എൻ്റർപ്രണർഷിപ്പിനെ കൂടുതൽ സെലിബ്രേറ്റ് ചെയ്യണമെന്നാണ്. എൻ്റർപ്രണേഴ്സിനെ കൂടുതൽ സെലിബ്രേറ്റ് ചെയ്യണം, എൻ്റർപ്രണേഴ്സിന് കൂടുതൽ ജനസമ്മതി കൊടുക്കണം. ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇക്കോ സിസ്റ്റം ഡെവലപ്പ് ആണെങ്കിൽ എൻ്റർപ്രണേഴ്സിന്, ഇപ്പോൾ ഉദാഹരണത്തിന് ഏതെങ്കിലും ഒരു ബിസിനസ്സുകാരൻ എന്തെങ്കിലും പൊട്ടിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന് എത്ര മാത്രമാണ് നാട്ടുകാർ ക്രൂശിക്കുന്നത്. എന്തെങ്കിലും നഷ്ടം സംഭവിച്ചിട്ട് ഒരു ബിസിനസ് തകർന്നാൽ നാട്ടുകാരും വീട്ടുകാരത്തിട്ട് ക്രൂശിച്ച് ഒരു വിധാക്കും, അദ്ദേഹത്തിന് വീണ്ടും എഴുന്നേറ്റ് നിൽക്കാനുള്ള ഒരു ബാക്കപ്പ് പോലും കൊടുക്കൂല ജനങ്ങൾ. ആ കൾച്ചർ ആണ് നമ്മൾ കേരളത്തിൽ എൻ്റർപ്രണർഷിപ്പ് അതിനുള്ള ഒരു പ്രധാന കാരണം. പിന്നെ ജനങ്ങളുടെ മൊത്തത്തിലുള്ള മൈൻഡ് സെറ്റ് എന്താണ്, എൻ്റർപ്രണേഴ്സ് എന്ന് പറയുന്നത്, അതായത് ബിസിനസ്സുകാർ എന്ന് പറഞ്ഞാൽ ഒരു ചൂഷണം ചെയ്യുന്ന ആൾക്കാരാണ്. ഓക്കെ, അത് കുറഞ്ഞു വരുന്നുണ്ട്, പക്ഷെ ഇനിയും ഒരുപാട് മാറാനുണ്ട്. ഫൈൻ, വണ്ടർഫുൾ. സോ ഐ ഹോപ്പ് കൂടുതൽ ആളുകളെ ഇമ്പാക്ട് ചെയ്യാൻ പറ്റട്ടെ. ഓക്കെ, വിഷ് യു ഓൾ ദി ബെസ്റ്റ് ആൻഡ് ഐ വിൽ സീ യു.